നമസ്കാരം. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. കാരണം മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് അവർക്ക് അവരുടെ ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറിയിരിക്കുകയാണ്, ശനി രാശി മാറിയിരിക്കുകയാണ്, രാഹു കേതു രാശി മാറിയിരിക്കുകയാണ്. ഈ രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും വന്നു ചേരുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഓരോ രാശിമാറ്റത്തിൻ്റെ വീഡിയോ ഞങ്ങൾ മുൻപത്തെ വീഡിയോ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ചാനലിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം. ഇതതിൻ്റെ പൊതുവായിട്ടുള്ള മൊത്തത്തിൽ എങ്ങനെയാണ് ഇത് മാറുന്നതിനെ കുറിച്ചുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ദോഷങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ, അതായത് കുടുംബപരമായ പ്രശ്നം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നം, വിവാഹ സംബന്ധമായ പ്രശ്നം, വിദ്യാഭ്യാസപരമായ പ്രശ്നം, അല്ലെങ്കിൽ കടബാധ്യത, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വിവരവും കൂടി ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. കാരണം ഈ ചാനലിലെ വ്യൂസ്, അതായത് കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി മാസത്തിൽ ഞങ്ങൾ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി വരികയാണ്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നടത്തുന്ന ഒരു വലിയൊരു പൂജയാണ്. ആ പൂജയിൽ വേറെ ആരും ഉൾപ്പെടുത്തുന്നില്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയൊരു പ്രശ്നത്തിന് ഞങ്ങൾക്കൊരു മാറ്റം, വളരെ ചെറുതായിട്ടെങ്കിലും ഒരു മാറ്റം ചെയ്തു തരാൻ പറ്റിയാൽ അത് വളരെ സന്തോഷമാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. ആ വിഷയവും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്, മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷകാലഘട്ടം ഇവർക്ക് വ്യാഴം ഇപ്പോൾ രാശി മാറി നിൽക്കുന്നത് അവരുടെ മൂന്നാമത്തെ രാശിയിലാണ് നിൽക്കുന്നത്. മിഥുനം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. കാരണം സഹോദരനിൽ നിന്നുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. കൂടാതെ നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി വരുന്നുണ്ട്. പൂർവിക സ്വത്തുകൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ചെറിയ ചെറിയ നേട്ടങ്ങളെല്ലാം വന്നു ചേരുവാൻ, അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ വരുവാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. വ്യാഴമാറ്റം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതിനോടൊപ്പം ശനി നിൽക്കുന്നത് രാശിയുടെ 12ാം ഭാവത്തിലാണ്. അത് മേടൻ രാശിയുടെ 12ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ നമുക്ക് 7.5 കണ്ട ശനി എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊരു ദോഷം കാലഘട്ടം തന്നെയാണ്. അടുത്തിന് വരുന്ന 2.5 വർഷക്കാലം തന്നെ നമുക്ക് ഈ ഒരു ദോഷം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ 2.5 വർഷക്കാലം കൊണ്ട് തീരുന്നില്ല. വീണ്ടും 2.5 വർഷക്കാലം ജന്മത്തിൽ ശനി വരുന്നു. തുടർന്ന് വീണ്ടും 2.5 വർഷക്കാലം ജന്മത്തിൻ്റെ 2ാം രാശിയിൽ ശനി വരുന്നു. അങ്ങനെ 7.5 വർഷക്കാലഘട്ടമാണ് അശ്വതി, ഭരണി, കാർത്തിക മേടം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രക്കാർക്ക് അടുത്ത 7.5 വർഷക്കാലഘട്ടമാണ് ശനിദോഷം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഇതിൻ്റെ പരിഹാരം ചെയ്യുക. ശനീശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ നീരാഞ്ജനം കഴിപ്പിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുകിഴി കത്തിക്കാം, നെയ്വിളക്ക് തെളിയിക്കാം, നെയ്യ് അഭിഷേകം നടത്താം, എള്ളുപായസം നടത്താം. ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളുടെ ദേശത്തിലുള്ള ആചാരം എങ്ങനെയാണോ ആ അമ്പലത്തിൽ അതാത് രീതിയിൽ ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും. എന്ത് പരിഹാരം ചെയ്യുമ്പോഴും നമ്മൾ ഒരു പ്രധാന ദേവനായുള്ള അമ്പലത്തിൽ ചെയ്യും. ഇപ്പം അയ്യപ്പനൊരു നീരാഞ്ജനം കഴിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. വിഷ്ണു ഭഗവാൻ ഒരു പുഷ്പാഞ്ജലിയോ പായസ വഴിപാടോ നടത്തുന്നു എന്നുണ്ടെങ്കിൽ അത് വിഷ്ണു ക്ഷേത്രത്തിൽ തന്നെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നതായിരിക്കും ഏറെ ഉത്തമമായിട്ട് വരുന്നത്. ഈ സമയത്ത് ചിലവുകൾ വളരെ കൂടുതലായി വരുന്ന സമയമാണ്. ചിലവുകൾ കൂടുതലായി കാണുന്നുണ്ട്.
പരമായിട്ടുള്ള നഷ്ടങ്ങൾ വരുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് പരമായിട്ട് ചെറിയ രീതിയിലുള്ള നഷ്ടങ്ങളോ പരാജയങ്ങളോ ഇഴച്ചിലുകളുണ്ടാകാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മേടം രാശിയിൽപ്പെട്ട വ്യക്തികൾ ശനിദോഷം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം വളരെയധികം ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. കൂടാതെ ഈ ഒരു രാശിയിൽപ്പെട്ട വ്യക്തികൾക്ക് ഇങ്ങനെ രാഹു നിൽക്കുന്നത് അവരുടെ 11ാം രാശിയിലാണ്. 11ാം രാശിയിൽ രാഹു നിൽക്കുമ്പോഴേക്കും അതും നമുക്ക് നല്ല രീതിയിൽ വരുമാനം വരുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. അപ്പോൾ ശനി നിൽക്കുമ്പോൾ ചിലവുകളും വരുന്നു, 11ാം ഭാവത്തിൽ രാഹു നിൽക്കുമ്പോൾ വരുമാനവും വരുന്നു. വരുമാനം വരാനായിട്ട് കഠിനാധ്വാനം ചെയ്യും. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ധനം കയ്യിൽ വന്ന നിമിഷം തന്നെ ചിലവും അതിനോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 10,000 രൂപ നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ 15,000 രൂപയുടെ ചിലവും നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ വരുമാനം വരുന്നതിനോടൊപ്പം തന്നെ ചിലവും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം തന്നെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇല്ലാത്ത പക്ഷം അത് നമുക്ക് നല്ല രീതിയിൽ ഒരു സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇവിടെ രാഹു ഇങ്ങനെ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ദോഷങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാൽ നമുക്ക് ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയും ദേവിയുടെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലത് തന്നെയാണ്. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. തിരിച്ച് കേതു നിൽക്കുന്നത്, ജന്മത്തിൻ്റെ മേടൻ രാശിയിൽപ്പെട്ടവർക്ക് കേതു നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ദോഷം അത് തന്നെയെന്ന് പറയാം. നമുക്ക് ഈ ഒരു വർഷകാലഘട്ടം, ഈ ഒരു രാശി മാറ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് കേതുവിൻ്റെ 5ാം ഭാവത്തിലെ സ്ഥാനം തന്നെയാണ്. മാനസികപരമായ പല ബുദ്ധിമുട്ടുകളും വന്നു ചേരും. ടെൻഷൻ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഒരു തോന്നൽ വരിക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് മനസ്സിന് ധൈര്യമില്ലാതെ നമ്മൾ പിന്നിലേക്ക് മാറി നിൽക്കുന്ന ഒരവസ്ഥ. അങ്ങനെ നമുക്ക് പലതരം ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വിഷയം പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു, അവർക്ക് അടുത്ത വിഷയം മറ്റു വിഷയങ്ങൾ പഠിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോകുന്നു. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ മനസ്സിന് ധൈര്യത്തോടു കൂടി ഈശ്വരനെ, നമ്മൾ ആത്മാർത്ഥമായിട്ടും നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നാമമൊക്കെ ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്കന്നാൾ വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിത്യവും ഗണപതി ഭഗവാനെ, അത് എല്ലാ അമ്പലത്തിലും ഗണപതി ഭഗവാനുണ്ട്, ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനൊരു നാളീകരമെല്ലാം ഉടച്ച് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തികപരമായിട്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ശനിദോഷത്തിന് പരിഹാരം കാണുക, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ധനപരമായിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വിഷ്ണു ഭഗവാനെ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു വർഷത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം ഈ വ്യക്തികൾക്ക് ഈ ഒരു വർഷകാലഘട്ടം വ്യാഴം രാശി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ശനി രാശി മാറിയിരിക്കുന്നു, രാഹു കേതു രാശി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ 4 ഗ്രഹങ്ങൾ, പ്രധാനമായിട്ടുള്ള 4 ഗ്രഹങ്ങൾ രാശി മാറിയപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. നിങ്ങൾക്ക് അതിനുള്ള മറുപടി വോയിസ് മെസ്സേജായി തന്നെ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും അതിനോടൊപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം
ഈ വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, അതായത് നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി മാസത്തിൽ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ്. അപ്പോൾ അതിൽ വേറെ ആരുടെയും പേരും നാളും ഉൾപ്പെടുത്തുന്നില്ല. നമ്മുടെ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ആ പൂജ നടക്കുന്നത്. വളരെ വലിയൊരു പൂജയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നടത്തുന്നതാണ്. ഒരുപാട് ആൾക്കാർ ഇതിന് പലതരം പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് വേണ്ടി ഒരു പൂജ നടത്തുന്നത്. അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും കൂടി പറഞ്ഞ് പ്രാർത്ഥിച്ച് തന്നെയാണ് പൂജ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ, വിവാഹ സംബന്ധമായ തടസ്സം, ജോലി സംബന്ധമായ തടസ്സം, സാമ്പത്തിക പ്രശ്നം, കുടുംബ പ്രശ്നം എന്താണെന്നും കൂടി ഒന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് ചൊല്ലി നമ്മളത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അപ്പോൾ ഇടവം രാശിയിൽ ജനിച്ച കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് അവർക്ക് വ്യാഴം നിൽക്കുന്നത് തൻ്റെ ജന്മരാശിയുടെ രണ്ടാമത്തെ രാശിയിലാണ്. അപ്പോൾ വ്യാഴം രണ്ടാം രാശിയിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങൾ വന്നു ചേരുവാൻ തന്നെയാണ് സാധ്യത വളരെ കൂടുതലായി കാണുന്നത്. കാരണം ധനപരമായി നേട്ടമുണ്ടാകും, കുടുംബപരമായ സ്വത്ത്, അതായത് പണം ലഭിക്കുവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുടുംബ ഷെയറിൽ നിന്നുള്ള ആദായം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ, അതായത് സംസാരവും പ്രവൃത്തിയും എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിൻ്റേതായ നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ വിജയവും അംഗീകാരങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ്. വ്യാഴം ഒരു വർഷത്തേക്ക് മിഥുനം രാശിയിലാണുള്ളത്. അപ്പോൾ ആ ഒരു വർഷ കാലഘട്ടത്തേക്ക് നമുക്ക് നേട്ടങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. അപ്പോൾ ഇടവം രാശിക്കാർക്ക് വളരെ നല്ലൊരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷകാലഘട്ടം. കൂടാതെ ശനി നിൽക്കുന്നത് രാശിയുടെ 11ാം ഭാവത്തിലാണ്. നമ്മൾ ജനിച്ച, അതായത് ഇടവം രാശിക്കാരുടെ 11ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ അതും നേട്ടങ്ങളാണ് കാണുന്നത്. ഇവർക്ക് ഉണ്ടായിരുന്ന ദോഷങ്ങൾ മാറുകയും അത് നേട്ടങ്ങൾ ഉണ്ടാകാനും ഉള്ള സമയം തന്നെയാണ്. അത് ശനിദോഷങ്ങൾ വരാതെ ഇരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെയാണ് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വരുന്നൊരു സമയം തന്നെയാണ്. ജോലിയിൽ മടി, അലസത ഇതൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അതിനൊരു മാറ്റം സംഭവിക്കുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. പ്രതീക്ഷകൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചത്, നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത്, എന്താണ് പ്രതീക്ഷിച്ചത്, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, ഒരു വർഷം എനിക്ക് ഇത്ര വരുമാനം വേണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ആ നേട്ടമുണ്ടാകും. അപ്പോൾ ശനിയുടെ മാറ്റം വലിയ രീതിയിൽ നിങ്ങളെ ബാധിക്കുകയില്ല എന്നതാണ് സാരം. ഇടവം രാശിക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നു. എന്നിരുന്നാലും ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ ഒക്കെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമുക്ക് ചെറിയ ദോഷങ്ങൾ ഉണ്ടായിരുന്നു. ആ ദോഷങ്ങളെല്ലാം ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതുപോലെ വ്യാഴം ഈ ഒരു 2ാം ഭാവത്തിൽ നിൽക്കുമ്പോഴും നമുക്ക് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ ഒക്കെ തൊഴുത് പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമമൊക്കെ ജപിക്കുകയും ചെയ്യുന്നതും നേട്ടങ്ങൾ തന്നെ ഉണ്ടാകും. നമുക്ക് നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ്. തുടർന്ന് സർപ്പൻ രാഹു നിൽക്കുന്നത് ഇടവം രാശിക്കാരുടെ 10ാമത്തെ രാശിയിലാണ്. അപ്പോൾ കർമ്മരംഗത്തെയാണ് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിങ്ങനെ വലിച്ചു നീട്ടി കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കാരണം പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സർപ്പൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ലഘുവായിട്ട്, അതായത് ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോസ് ഇതിനു മുമ്പേ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇതിനെ പലരും ചോദിക്കാറുണ്ട്, ഈ ശനിയും വ്യാഴവും എല്ലാം മാറുകയില്ലേ, അപ്പോൾ അതെല്ലാം എങ്ങനെ ബാധിക്കും? ഇപ്പോൾ ചിലപ്പോൾ ശനി മാറുമ്പോൾ പോസിറ്റീവും വ്യാഴം മാറുമ്പോൾ നെഗറ്റീവും വരികയാണ്. ഇതെങ്ങനെ ബാധിക്കും? അപ്പോൾ അതിനടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത്. സർപ്പൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് ദോഷം വരുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വ്യാഴത്തിന് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ, ശനിക്ക് പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ, എന്നാൽ സർപ്പൻ 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് ദോഷങ്ങളാണ് നമുക്ക് വരുന്നത്. പലതരം തടസ്സങ്ങളും ശത്രുതകളും ഉണ്ടാകുന്നു. കർമ്മരംഗത്ത് നമ്മൾ വെറുതെ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ സ്നേഹത്തോടു കൂടി നിന്ന വ്യക്തികളാണ് ശത്രുവായിട്ട് നമ്മളെ കാണുകയും അല്ലെങ്കിൽ ശത്രുത മനോഭാവം ഉണ്ടാക്കുകയും
ഒരു ശത്രുവിനെ പോലെ നമ്മളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് വളരെ വലിയ രീതിയിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഒരു സമയത്തുണ്ട് ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്കും അതുപോലെ തന്നെയാണ്. നമ്മുടെ കൂടെ നിന്ന വ്യക്തികൾ നമ്മൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പാർട്ട്ണറായി നിന്നവർ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു. അതുകൊണ്ട് കച്ചവടം ചെയ്യുന്നവർക്ക്, അതുമാത്രമല്ല നമ്മൾ ഈ ഭാഗ്യത്തിന് വേണ്ടി, അതായത് ലോട്ടറി പോലല്ലോ നറുക്കെടുപ്പോ ഇതൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കും ദോഷപരമായ, അത് നെഗറ്റീവായ അനുഭവങ്ങൾ, നിരാശപ്പെടേണ്ട സമയം തന്നെയാണ്. കർമ്മരംഗത്ത് അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത ഒരവസ്ഥ, അങ്ങനെയൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷ കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു സമയം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും കൂടാതെ സർപ്പദൈവങ്ങൾക്ക്, ആയില്യം നാൾ വരുന്ന ദിവസം സർപ്പദൈവങ്ങൾക്ക് നൂറുംപാലുമോ അല്ലെങ്കിൽ ആയില്യ പൂജയോ അല്ലെങ്കിൽ പാലഭിഷേകമോ ഇങ്ങനെയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടും. തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. തുടർന്ന് കേതു നിൽക്കുന്നത് ഇടവം രാശിയുടെ 4-ാം രാശിയിലാണ്. 4-ാം രാശിയിൽ കേതു നിൽക്കുമ്പോൾ നമുക്ക് പറയേണ്ടത് വസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ കൂടുതലും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വീട് വയ്ക്കുന്ന വ്യക്തിയാണ്, നിങ്ങളിപ്പോൾ വീട് വച്ചുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയാക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം, അല്ലെങ്കിൽ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാലും പണി പൂർത്തിയാകാതെ വീണ്ടും പണികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. വീട് സംബന്ധമായും വസ്തു സംബന്ധമായും ഒരുപാട് പ്രശ്നങ്ങൾ. നിങ്ങളിപ്പോൾ വസ്തു വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിക്കുന്നു, വസ്തു വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നഷ്ടം സംഭവിക്കുന്നു. വീടുകൾ മാറാനുള്ള സാധ്യത, വീടുകളിൽ ക്ഷയിച്ച അവസ്ഥയാണ്, അതൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ, കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വളരെയധികം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഏറ്റവും മോശപരമായിട്ടുള്ള ഒരു വർഷക്കാലഘട്ടമാണ്. വ്യാഴത്തെ കൊണ്ട് ഗുണഫലമുണ്ടാകാം, ശനിയെ കൊണ്ട് ഗുണഫലമുണ്ടാകാം, രാഹുവിനെ കൊണ്ട് അധികം പ്രശ്നമില്ലാതെ ഒരു പരിധിവരെ ഗുണവും ദോഷവുമായി മുന്നോട്ട് പോകാം എന്നുണ്ടെങ്കിൽ കേതുവിനെ കൊണ്ട് നമുക്ക് വളരെയധികം ദോഷങ്ങൾ തന്നെയായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുന്നു. കുടുംബപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബത്തിനുള്ളിൽ സമാധാനമില്ലാത്ത അവസ്ഥ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, കുടുംബത്തിന് വേണ്ടി സാമ്പത്തികം ചിലവായിക്കൊണ്ടേയിരിക്കുന്നു. അതുമാത്രമല്ല വസ്തുവിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തികത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, വഴക്കുകൾ ഉണ്ടാകുന്നു. കുടുംബത്തിൽ നെഗറ്റീവായ അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അതായത് ദോഷപരമായ അനുഭവങ്ങൾ, സന്തോഷമില്ലാത്തൊരവസ്ഥ, ഇതെല്ലാം ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം പ്രധാനമായിട്ടും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാളികേരം ഉടയ്ക്കുക, കർഗമാല ഗണപതിക്ക് ചാർത്തുക, നാരങ്ങമാല ചാർത്തുക. പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗണപതി ഹോമം നടത്താം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഈ തടസ്സങ്ങളും ദോഷങ്ങളും ഒന്ന് മാറിക്കിട്ടിയാൽ തന്നെ ജീവിതത്തിൽ പകുതി തന്നെ ആശ്വാസമാകുകയാണ്. അപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രധാനമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഈ ഒരു വർഷക്കാലഘട്ടം വളരെ നല്ലത് തന്നെയായിരിക്കും. നേട്ടങ്ങൾ 100% ജീവിതത്തിൽ വരുവാൻ വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കഴിപ്പിക്കുക, വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പുഷ്പാഞ്ജലിയിൽ അർപ്പിച്ച് മുന്നോട്ട് പോയാൽ സന്തോഷകരമായിട്ടൊരു ജീവിതം നയിക്കുവാൻ സാധിക്കും. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ജീവിതത്തിൽ വന്നു ചേരുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം ഈ ഒരു വർഷത്തിലാണ് ഇവരുടെ ഈ ഒരു രാശിയിൽ വ്യാഴം ചാരവശാൽ രാശി മാറുന്നു, ശനി രാശി മാറുന്നു, രാഹു രാശി മാറുന്നു, കേതു രാശി മാറുന്നു. ഇങ്ങനെ വരുമ്പോൾ മിഥുനം രാശിക്കാർക്ക് എന്തെല്ലാം നേട്ടങ്ങളും ദോഷങ്ങളും വന്നു ചേരുമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക.
കാരണം ഈ പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിലൊരു ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട ദുഃഖങ്ങൾ, അതായത് ഇപ്പോൾ കുടുംബപരമായ പ്രശ്നം, അല്ലെങ്കിൽ ജോലി സംബന്ധമായ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം, അത് മാറുന്നതിന് വേണ്ടി പരിഹാരം എന്നവണ്ണം നമ്മൾ തന്നെ പൂജ നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ പലരുടെയും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് അവർക്കൊരു സഹായം എന്ന വണ്ണമാണ് ഇത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൽ പ്രേക്ഷകർ മാത്രമാണ്, അവരുടെ പേരും നക്ഷത്രങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. അതിനുവേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. മിഥുനം രാശിക്കാർക്ക് ഈയൊരു രാശി മാറ്റങ്ങൾ, ഈ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശിയിൽ തന്നെയാണ്. അപ്പോൾ ആ സ്വന്തം രാശിയിൽ തന്നെ വ്യാഴം നിൽക്കുമ്പോൾ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയുവാൻ സാധിക്കും. ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ പല മേഖലകളിൽ നിന്നും ജീവിതത്തിൽ വരുമെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും അവസാന ഘട്ടത്തിൽ വിജയത്തിൽ എത്തിച്ചേരുവാനും സാധിക്കും. കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇവർ. വിദ്യാഭ്യാസപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത്, അതിനെല്ലാം നിലനിർത്തി സന്തോഷകരമായിട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കും. കൂടാതെ കുടുംബജീവിതത്തിൽ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പിണക്കങ്ങൾ ഇതെല്ലാം പരിഹരിക്കുവാനും സന്തോഷകരമായി കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുള്ള ഒരു വർഷകാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ ഭാഗ്യസൂത്ത പുഷ്പാഞ്ജലി അർപ്പിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉറപ്പായും ഉണ്ടാകും. എന്നാൽ ശനി നിൽക്കുന്നത് ജന്മത്തിൻ്റെ 10ാം ഭാവത്തിലാണ്. മിഥുനം രാശിയുടെ 10ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ടകശനി ദോഷം, 2.5 വർഷ കാലഘട്ടമാണ് കണ്ടകശനി ദോഷമുള്ളത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കർമ്മരംഗത്താണ്. ജന്മത്തിൻ്റെ 10ാം ഭാവത്തിൽ ശനി നിൽക്കുകയാണ്. അപ്പോൾ കർമ്മരംഗത്ത് ദോഷം, നിത്യവും ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ, കർഷകർക്ക് ജോലിയില്ലാത്ത അവസ്ഥ, ഡ്രൈവർമാർക്ക് ജോലിയില്ലാത്ത അവസ്ഥ, കെട്ടിടപ്പണിക്കാർക്ക് ജോലിയില്ലാത്ത അവസ്ഥ, അങ്ങനെ നിത്യവും ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ. ജോലി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യമായ പ്രശ്നങ്ങൾ വരുന്നു, ജോലിക്ക് പോകാൻ പറ്റാതെ വരുന്നു, ടെൻഷനുകൾ ഉണ്ടാകുന്നു. ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക്, ചെറുകിട വ്യാപാരികൾ, അതായത് ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത് നിത്യവും ജീവിതം കഴിച്ചു പോകുന്ന വ്യക്തികൾക്ക്, അവർക്ക് കച്ചവടത്തിൽ വളരെ ലാഭം കുറഞ്ഞു വരുന്ന അവസ്ഥ. അതായത് ഒരു 10,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് 2,000-3,000 രൂപ കിട്ടിക്കൊണ്ടിരുന്ന അവസ്ഥ. നിത്യവും ജോലി ചെയ്യുന്ന, അതായത് നമ്മുടെ കൺമുന്നിൽ തന്നെ പലരെയും കാണാറുണ്ട്. നമ്മൾ ഈ ലോട്ടറി ടിക്കറ്റ് പോലെയൊക്കെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് സാധുജനങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ദോഷങ്ങൾ വരുന്ന സമയമാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കർമ്മരംഗം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത് പറയുന്നത്. നിങ്ങൾ കഴിയുമെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഏതെങ്കിലും അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ ഒക്കെ നീരാഞ്ജനം കഴിപ്പിക്കുക. നീരാഞ്ജനം, നെയ്വിളക്കെല്ലാം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ ഒരു തടസ്സം മാറുന്നതിന്, കണ്ടകശനി ദോഷം മാറി നമ്മുടെ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വരിക, ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാകാതെ വരിക, അങ്ങനെ ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 100% നേട്ടമുണ്ടാകും, വിജയമുണ്ടാകുവാനും സാധിക്കും. ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നത് തന്നെയാണ്. നിങ്ങളുടെ കർമ്മം കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. നിത്യവും ജോലി ചെയ്യുന്നവർ പ്രാർത്ഥനയോടുകൂടി ജോലിയിൽ പ്രവേശിക്കുക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കും പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം പലതരം പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. മടി, അലസത എന്നിവ വന്നുകൊണ്ടിരിക്കും. ഒരു പൂർണ്ണ തൃപ്തിയോടുകൂടി ജോലി ചെയ്യുവാൻ പറ്റാത്ത ഒരവസ്ഥ.
വളരെ സ്ലോയിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുകയുള്ളൂ. ഇങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ഈ വ്യക്തികൾക്ക് തന്നെ, അതായത് മിഥുനം രാശിയിൽ ഉൾപ്പെട്ട് വരുന്നവർക്ക് സർപ്പൻ നിൽക്കുന്നത് 9-ാം ഭാവത്തിലാണ്. അപ്പോൾ 9-ാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും ഒരു തടസ്സം വരികയാണ്, ഒരു മറ വീഴുകയാണ്. സന്തോഷമില്ലാത്ത അവസ്ഥ, തടസ്സങ്ങൾ കൊണ്ട് ജീവിതം ഇങ്ങനെ വഴിമുട്ടുന്ന അവസ്ഥ, ഒരു കാര്യത്തിനും തൃപ്തി വരാത്ത അവസ്ഥ, എന്ത് തന്നെ ചെയ്താലും അതിൽ വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെ പലതരം പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഈശ്വര അനുഗ്രഹം ഇല്ലാതെ പോകുന്നൊരവസ്ഥ. അപ്പോൾ ഇതെല്ലാം മറികടക്കുവാൻ വേണ്ടി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക. നമ്മുടെ ദോഷങ്ങൾ 90% മാറും ലളിതാ സഹസ്രനാമം ജപിച്ചാൽ. 1 രൂപ പോലും ചിലവില്ലാതെ നമുക്ക് കാര്യങ്ങൾ നടത്തിപ്പോകാൻ പറ്റും. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക. എപ്പോഴും വേണമെങ്കിലും ലളിതാ സഹസ്രനാമം ജപിക്കുക. ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കാം. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നതുവരെ ജപിച്ചുകൊണ്ടേയിരിക്കാം. അത്രയും അനുഗ്രഹം ഉണ്ടാകുമെന്നാണ്. ജപിക്കാൻ പറ്റാത്തവർ കേട്ട് നോക്കൂ, ഇനി കേട്ടുകൊണ്ടേയിരിക്കൂ. നമുക്കൊരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. എന്നാൽ മാത്രമേ തടസ്സങ്ങളും ദോഷങ്ങളും മാറി നമുക്ക് ജീവിതം വിജയത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. തുടർന്ന് കേതു നിൽക്കുന്നത് 3-ാം ഭാവത്തിൽ. 3-ൽ കേതു നിൽക്കുമ്പോൾ നമ്മുടെ സന്തോഷം നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. വിജയിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പല സ്ഥലങ്ങളിലും വിജയിക്കുവാൻ പറ്റാതെ ആവുന്ന അവസ്ഥ. ആഗ്രഹങ്ങൾ നിറവേറ്റാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ ഇവയെല്ലാം മാറുന്നതിന് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പൂജിക്കുക. ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുകയോ അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നമ്മുടെ കൂടെ നിൽക്കുന്ന സഹോദരനിൽ നിന്നൊക്കെ നമുക്ക് നെഗറ്റീവായ അനുഭവങ്ങളാണ് ജീവിതത്തിൽ വരുന്നത്. നമ്മളെ സഹായിക്കും, കൂടെ നിൽക്കും, നമുക്കൊരു കൂട്ടായി ഉണ്ടായിരിക്കുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ ശത്രുക്കളായി മാറുകയാണ്. സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന അവസ്ഥ. ജീവിതം മാനസികപരമായി ദുഃഖത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ സമയം വളരെ ഭക്തിയോടുകൂടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ വിജയിക്കുവാനും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് നയിക്കുവാനും സാധിക്കും. കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുണർതം, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടം ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം ഈ ഒരു വർഷ കാലഘട്ടമാണ് നമുക്ക് ചാരവശാൽ വ്യാഴം രാശി മാറുന്നു, ശനി രാശി മാറുന്നു, രാഹു രാശി മാറുന്നു, കേതു രാശി മാറുന്നു. ഈ രാശി മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അതുമൊന്ന് രേഖപ്പെടുത്തുക. കാരണം ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ അത് ഈ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് നടക്കുന്നത്. നിങ്ങൾ പലരും മെസ്സേജിലൂടെ അറിയിക്കാറുള്ള പ്രശ്നങ്ങൾ അതിനൊരു പരിഹാരം എന്ന വണ്ണം എന്നാൽ കൊണ്ട് ചെയ്യുവാൻ സാധിക്കുന്നത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പൂജ നടത്തുക എന്നതാണ്. വലിയ രീതിയിലുള്ള മനോഹരമായ പൂജയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം കാണുവാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറെ സന്തോഷം. പലരും പറയാറുണ്ട് കുടുംബ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം, ജോലി പ്രശ്നം, വിവാഹ പ്രശ്നം. അപ്പോൾ ഇതെല്ലാം ചൊല്ലി ഈ പേരും നാളും അവരുടെ പ്രശ്നവും ചൊല്ലിയാണ് പൂജ കഴിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു മാറ്റമെങ്കിലും കിട്ടിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
കർക്കിടകം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം വ്യാഴം നിൽക്കുന്നത് ജന്മത്തിൻ്റെ 12ാമത്തെ രാശിയിൽ. നഷ്ടങ്ങൾ, പരാജയങ്ങൾ, അപവാദങ്ങൾ കേൾക്കുക, തുടർന്ന് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള നെഗറ്റീവായ അനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം. ധനനഷ്ടം, ബിസിനസ്സിൽ നഷ്ടം, വിദ്യാഭ്യാസപരമായ പഠനത്തിൽ പുറകിലോട്ട് പോകുന്നൊരവസ്ഥ, ജീവിതത്തിലൊരു സന്തോഷവും സമാധാനവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നൊരവസ്ഥ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യവും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പരാജയങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. തുടർന്ന് ഈയൊരു ദോഷത്തിന് പരിഹാരം എന്ന വണ്ണം വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയോ ക്ഷേത്രദർശനം നടത്തുകയോ പരിഹാരാർത്ഥം പാൽപ്പായസ വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ധനനഷ്ടമൊക്കെയാണ് കാണുന്നത്. തുടർന്ന് അതുപോലെ തന്നെയാണ് ശനി മാറുന്നത് 9ാം ഭാവത്തിലേക്കാണ്. ശനി ജന്മത്തിൻ്റെ 9ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്കൊരു തടസ്സം, ഭാഗ്യങ്ങൾക്കൊരു തടസ്സം, ലഭിക്കും എന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ 6 മാസത്തിനകത്ത് എനിക്കത് ലഭിക്കും എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ കിട്ടുമ്പോൾ 1 വർഷമാകും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. വളരെയധികം ഇഴച്ചിൽ, തടസ്സങ്ങൾ, ഉയർച്ചയില്ലാത്തൊരവസ്ഥ എന്നിങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ശനിയെ കൊണ്ട് എന്ന് പറഞ്ഞാലും പ്രശ്നം തന്നെയാണ്. അതായത് കണ്ടകശനി, ചാരവശാലുള്ള അങ്ങനത്തെ ശനിദോഷങ്ങളൊന്നും ബാധിക്കുന്നില്ലല്ലോ എന്ന് കരുതി സന്തോഷിച്ചിരിക്കുന്ന വ്യക്തികൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഭാഗ്യങ്ങളെ ഇല്ലാതാക്കുന്നത് ശനി തന്നെയാണ്. നേട്ടമുണ്ടാകും എന്ന് നമ്മൾ കാത്തിരിക്കുമ്പോഴേക്കും നേട്ടം ഉറപ്പായും ഉണ്ടാകും, എന്നാൽ അതിന് കാലതാമസം വന്നുകൊണ്ടേയിരിക്കും. രോഗമുള്ള വ്യക്തികൾക്ക് അസുഖം മാറാൻ കാലതാമസം എടുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നു. വിവാഹ തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ജോലി സംബന്ധമായിട്ട് ഇത് തന്നെ ഈശ്വര അനുഗ്രഹത്താൽ അത് ലഭിക്കുമെന്ന് കരുതിയിരിക്കുന്ന സമയത്തായിരിക്കും അത് ലഭിക്കാതെ പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം നീരാഞ്ജനം കഴിപ്പിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഏറെ ഗുണപരമായി മാത്രമേ, നേട്ടങ്ങൾ മാത്രമേ നമുക്കുണ്ടാകുകയുള്ളൂ. എന്നാൽ കർക്കിടകം രാശിക്കാർക്ക് സർപ്പൻ നിൽക്കുന്നതോ അഷ്ടമഭാവത്ത്, 8ാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുകയാണ്. ആരോഗ്യപരമായി ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ, അലർജി പോലുള്ള അസുഖങ്ങൾ, ഈ ചൊറിച്ചിൽ, തുമ്മൽ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതിയിരുന്ന സ്ഥലത്താണ് വളരെയധികം ദുഃഖങ്ങളും പരാജയങ്ങളും കോട്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നഷ്ടം വരെ സംഭവിക്കാൻ സാധ്യതയാണ് ഈ ഒരു സമയത്ത്. ബിസിനസ്സിൽ ചെറിയ രീതിയിലുള്ള ബിസിനസ് ആയാലും ശരി, വലിയ രീതിയിലുള്ള ബിസിനസ് ആയാലും ശരി, നഷ്ടങ്ങൾ ഒരുപാട് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കുക. ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറെ ഉത്തമമായിരിക്കും. അതിനോടൊപ്പം തന്നെ പുഷ്പാഞ്ജലി വഴിപാട് ഇതെല്ലാം നടത്തിപ്പോയി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിതം മുന്നിലോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. നമ്മൾ എത്ര തന്നെ നോക്കിയാലും വിജയിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ വരിക തന്നെ ചെയ്യും. കേതു നിൽക്കുന്നത് 2ാം ഭാവത്തിൽ. അപ്പോൾ നമ്മുടെ സംസാരം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത, കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബസ്വത്തിൽ നിന്നും നമുക്കൊന്നും ലഭിക്കാതെ അത് ക്ഷയിച്ചൊരവസ്ഥ, അതിൽ നിന്ന് 1 രൂപ വരുമാനം വരുന്നില്ല, അതുകൊണ്ടൊരു ഗുണവുമില്ലാത്തൊരവസ്ഥ. ജീവിതത്തിൽ വിജയിക്കണം എന്ന് കരുതി നല്ല പ്ലാൻ ചെയ്തിറങ്ങും, പക്ഷേ പ്രവൃത്തിയിൽ പിറകിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട്
ദോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം ഇതെല്ലാം മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാന് പുഷ്പാഞ്ജലി അർപ്പിക്കുക, ഗണപതി ഭഗവാനെ ഗണപതി ഹോമം നടത്തുക, അല്ലെങ്കിൽ നാളികേരങ്ങൾ ഉടയ്ക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ ഏറെക്കുറെ മാറിക്കിട്ടും. ഒരുപാട് പ്രശ്നങ്ങൾക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ പലരും ഇങ്ങനെ പറയാറുണ്ട്, ശനിയുടെ സമയത്ത് ദോഷം, വേഴൻ്റെ സമയത്ത് ദോഷം, രാഹുവിൻ്റെ സമയത്ത്, ഇനി എപ്പോഴാണ് രക്ഷപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭാഗ്യസ്ഥാനത്ത് ശനി, അഷ്ടമഭാവത്തിൽ സർപ്പൻ, 2ാം ഭാവത്തിൽ കേതു, 12ാം ഭാവത്തിൽ വ്യാഴം. ഇങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കർക്കിടകം രാശിക്കാർക്ക്, അതായത് പുണർദം, പൂയം, ആയില്യം നക്ഷത്രത്തിൽ വരുന്ന വ്യക്തികൾക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നഷ്ടങ്ങളും പരാജയങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും ഏൽക്കേണ്ടി വരുന്ന സമയം, ബിസിനസ്സിൽ പരാജയം വരുന്ന സമയം, നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. അതുകൊണ്ട് ഭഗവാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു വർഷക്കാലഘട്ടം എന്താണ് ഇത്ര പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ വ്യാഴം രാശി മാറിയിരിക്കുകയാണ്, ശനി രാശി മാറിയിരിക്കുകയാണ്, രാഹുവും കേതുവും രാശി മാറിയിരിക്കുകയാണ്. ഈ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ദോഷപരമായ അനുഭവങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം മാസത്തിൽ ഒരു ദിവസം ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ എന്ന രീതിയിൽ വലിയൊരു പൂജ നടന്നു വരികയാണ്. ആ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, അത് ജോലി സംബന്ധമാകാം, വിവാഹ സംബന്ധമാകാം, ചിലപ്പോൾ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട്, എന്ത് തന്നെയായാലും ആ ഒരു വിഷയവും കൂടി കണക്കിലെടുത്താണ് നമ്മൾ പ്രാർത്ഥനയും പൂജയും നടത്തി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ചാൽ അത് ഞങ്ങൾക്കൊരു വലിയൊരു അനുഗ്രഹവും സന്തോഷവും തന്നെയാണ്. ഇത്രയെങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷമാണ് ഉള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ വ്യാഴം രാശി മാറിയപ്പോൾ വ്യാഴം നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. അപ്പോൾ 11ാം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ നേട്ടങ്ങളാണ് പറയുന്നത്. നേട്ടങ്ങൾ വന്നു ചേരുന്നു, ധനപരമായ നേട്ടം ഉണ്ടാകുന്നു, ജോലിയിൽ ഉന്നതി ഉണ്ടാകുന്നു, ജോലി സംബന്ധമായ നേട്ടം, ബിസിനസ്സിൽ നേട്ടമുണ്ടാകുന്നു. കൂടാതെ വിദ്യാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്നു, അവർക്ക് എല്ലാ മേഖലയിലും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്നു, സാമ്പത്തികപരമായ നല്ല ഉയർച്ച വരുന്നു. നിത്യവും ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി കിട്ടുകയും സാമ്പത്തിക നേട്ടമുണ്ടാകുകയും ചെയ്യുന്നു. ഇവർക്ക് ചെറിയ രീതിയിലുള്ള ലോട്ടറി ഭാഗ്യങ്ങളോ അല്ലെങ്കിൽ നറുക്കെടുപ്പിലുള്ള ഒരു സമ്മാനങ്ങൾ ലഭിക്കുകയോ അങ്ങനെ ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വർഷക്കാലഘട്ടം എന്ന് തന്നെ പറയാം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ടാണ് ഇത്രയും നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത്. എന്നാൽ അതേസമയം ധനപരമായ നേട്ടങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ ആരോഗ്യപരമായിട്ടൊരു ബുദ്ധിമുട്ട് നമുക്കിവിടെ കാണുകയാണ്. കാരണം ശനി നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. അഷ്ടമ ശനിദോഷം എന്നാണ് പറയുന്നത്. 8ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും വരുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുന്നു. ചിലപ്പോൾ ഹോസ്പിറ്റൽ വാസം വരെ കാണുന്നുണ്ട്. പലതരം തടസ്സങ്ങൾ, ചെറിയ രീതിയിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നവർക്ക് ആരോഗ്യം അവർ വീണ്ടെടുക്കുവാൻ സാധിക്കാതെ അതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നൊരവസ്ഥ, കാര്യ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
അപ്പോൾ വ്യാഴത്തെ കൊണ്ട് ഗുണപരമായ അനുഭവവും ശനിയെ കൊണ്ട് ദോഷപരമായ അനുഭവങ്ങളും മാത്രമാണ് ഈ ഒരു വർഷക്കാലഘട്ടം വരുന്നത്. ശനി മാറുന്നത് ഒരു വർഷ കാലഘട്ടം കഴിഞ്ഞിട്ടല്ല, 2.5 വർഷ കാലഘട്ടം കഴിയുമ്പോഴാണ് ശനി മാറുന്നത്. തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഒരു 2.25 വർഷം വരെ ബാലൻസ് കിടക്കുക, അത് ബാക്കിയുണ്ട്. അത്രയും കാലം ശനിദോഷം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യണം. തുടർന്ന് വ്യാഴത്തിൻ്റെ ഗുണപരമായ അനുഭവങ്ങൾ ഒരു വർഷ കാലഘട്ടം നീണ്ടു നിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറയുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഗുണപരമായ അനുഭവവും ശനിയുടെ ദോഷപരമായ അനുഭവവും ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അതിനോടൊപ്പം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സർപ്പൻ നിൽക്കുന്നതാണ്. 7ാം ഭാവത്തിലാണ് സർപ്പൻ നിൽക്കുന്നത്. 7ാം ഭാവത്തിൽ സർപ്പൻ നിൽക്കുമ്പോൾ വിവാഹ സംബന്ധമായ പ്രശ്നം, വിവാഹ തടസ്സങ്ങൾ, കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസം, എന്നും കലഹങ്ങൾ, നിസ്സാര കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം, പിരിഞ്ഞിരിക്കുക, അകന്നിരിക്കുക, ചെറിയ കാര്യങ്ങൾക്ക് പിരിഞ്ഞ് മാറി നിൽക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കാറുണ്ട്. പലരുടെയും ജാതകം പരിശോധിക്കുമ്പോൾ ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ല. ചാരവശാൽ സർപ്പൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ കുടുംബ പ്രശ്നം വരെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. വിവാഹ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രണയ പരാജയങ്ങൾ സംഭവിക്കുന്നു, ദാമ്പത്തിക ജീവിതത്തിൽ സന്തോഷമില്ലാതെ പിരിഞ്ഞു മാറി നിൽക്കുന്നൊരവസ്ഥ, ഇവയെല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം സൂക്ഷിക്കുക. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാം, ആരോഗ്യപരമായ ബുദ്ധിമുട്ട് വരാം, സാമ്പത്തിക നേട്ടവും ഉണ്ടാകാം. അതിനോടൊപ്പം തന്നെയാണ് കേതു നിൽക്കുന്നത് ചിങ്ങം രാശിയിൽ തന്നെയാണ്. അപ്പോൾ കേതുവിൻ്റെ രാശിയിൽ നിൽക്കുമ്പോൾ എന്തിട്ട് കാര്യത്തിനിറങ്ങിയാലും എല്ലാത്തിനും തടസ്സം തന്നെയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നോ എല്ലാത്തിനും തടസ്സം വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിലും പൂർത്തീകരിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്കത് തുടങ്ങി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, എവിടെ തൊട്ടാലും തടസ്സങ്ങൾ. നമ്മൾ തന്നെ മടിയുണ്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നത്താൽ നമ്മൾ മാറി നിൽക്കുന്നു, ഒന്നും പുതുതായി തുടങ്ങുന്നില്ല. എല്ലാം തുടങ്ങുമ്പോഴും ഒരു ഭയം, ബിസിനസ്സിലായാലും ശരി, അല്ലെങ്കിൽ പഠിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥികൾ പഠിക്കാൻ പുസ്തകം എടുക്കുമ്പോഴേക്കും അവർക്കൊരു മടി, അലസത, ഉറക്കം കൂടുതൽ, ഇങ്ങനെയൊക്കെ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല കാലം, അതായത് ഭാഗ്യം ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ 3 തരം ദോഷങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഗുണപരമായ അനുഭവം ജീവിതത്തിൽ വരികയും ശനിയുടെ ദോഷവും രാഹുവിൻ്റെ ദോഷവും കേതുവിൻ്റെ ദോഷവും അനുഭവിക്കേണ്ട അവസ്ഥ. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ് ചിങ്ങം രാശിക്കാർക്കുള്ളത്. ധനപരമായ നേട്ടമുണ്ടെങ്കിലും മറ്റു പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കുടുംബ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യതടസ്സങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാലഘട്ടം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പൂജിക്കുക, ഗണപതിക്ക് നാളികേരം മുടയ്ക്കുക, പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമം. ശനിദോഷ പരിഹാരത്തിന് നീരാഞ്ജനം, അയ്യപ്പന് നീരാഞ്ജനം കഴിപ്പിക്കുക. അയ്യപ്പനോ ശാസ്താവിനോ ശനീശ്വരദേവനോ എള്ളുകിഴിയോ അല്ലെങ്കിൽ നെയ്വിളക്കോ നെയ്യഭിഷേകമോ നല്ല ശുദ്ധമായ നല്ലെണ്ണ അഭിഷേകമോ എള്ളു പായസ വഴിപാടോ അരവണ പായസ വഴിപാടോ എന്തു തന്നെയായാലും ചെയ്യുന്നത് ഉത്തമം. രാഹുദോഷ പരിഹാരത്തിനായി ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുക, സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക, ദുർഗാദേവിക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുക, നാരങ്ങമാല അർപ്പിക്കുക, നാരങ്ങ വിളക്ക് തെളിയിക്കുക, ഇവയെല്ലാം നമുക്ക് ഉത്തമമായിരിക്കും. അങ്ങനെ തടസ്സങ്ങൾ മാറുന്നതിനും നേട്ടങ്ങൾ കൂടുതലായി വരുന്നതിനും വിഷ്ണു ഭഗവാനെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയാണ്. കന്നി രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രം, അത്തം, ചിത്തിര ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം എങ്ങനെയാണ്? കാരണം ഇപ്പോൾ വ്യാഴം രാശി മാറിയിരിക്കുന്നു, ശനി രാശി മാറിയിരിക്കുന്നു, രാഹു രാശി മാറിയിരിക്കുന്നു, കേതു രാശി മാറിയിരിക്കുന്നു. ഈ ഗ്രഹങ്ങളെല്ലാം രാശി മാറിയപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ വരുന്നത്? ഓരോ രാശി മാറ്റത്തിൻ്റെയും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലരും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ശനിയും വ്യാഴവും രാശി മാറിയപ്പോൾ എങ്ങനെയായിരുന്നു, ഗുണവും ദോഷവും ഒക്കെ വരുമല്ലോ. അതുകൊണ്ടാണ് ഈ 4 ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഒരുമിച്ചൊരു വീഡിയോയിൽ പറയുന്നത്. ലഘുവായിട്ടാണ്, വളരെ ലഘുവായിട്ടാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഇരുന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ ഈ
വീഡിയോ കാണുന്ന വ്യക്തികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യൂ. ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. വിവാഹ സംബന്ധമായ പ്രശ്നം, അല്ലെങ്കിൽ കുടുംബപരമായ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം. കാരണം എൻ്റെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ ആ പൂജയിൽ നമ്മുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന വണ്ണം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരും നക്ഷത്രവും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ കന്നി രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം വ്യാഴം നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. 10ാം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഗവൺമെൻറ് ജോലി വരെ ലഭിക്കുവാൻ സാധ്യത, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയേക്കാളും സാലറിയുള്ള ജോലികൾ ലഭിക്കുവാൻ സാധ്യത, അതുമല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയെപ്പോലെ സ്ഥിരമായി നല്ലൊരു ജോലി ലഭിക്കുവാൻ സാധ്യത, അല്ലെങ്കിൽ വിദേശവാസത്തിനുള്ള സാധ്യത, നല്ല വരുമാനത്തോടു കൂടി ഒരു ജോലി ലഭിക്കുവാൻ സാധ്യത, നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് എല്ലാ ദിവസവും ജോലി ഉണ്ടാകുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. ഡ്രൈവർമാർ, കർഷകർ, അത് കൃഷി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, കെട്ടിട പണിക്കാർ, ഇവർക്കെല്ലാവർക്കും എല്ലാ ദിവസവും ജോലി ഉണ്ടാകുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു, ബിസിനസ്സിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നു, നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു, നല്ല അംഗീകാരങ്ങൾ ലഭിക്കുന്നു, ബിസിനസ്സിൽ ഒന്നിൽ പരം കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുവാൻ സാധിക്കുന്നു, സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായിട്ടുള്ളൊരു ജീവിതം നയിക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നു. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷക്കാലഘട്ടമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ 10ാം ഭാവാധിപത്യം ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും. ശനി നിൽക്കുന്നത് കന്നിരാശിയുടെ 7ാം രാശിയിലാണ്. കണ്ടക ശനിദോഷം എന്ന് തന്നെയാണ് പറയേണ്ടത്. 7ാം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ കന്നി രാശിക്കാർക്ക് കണ്ടക ശനിദോഷമാണ് ബാധിച്ചിരിക്കുന്നത്. 2.5 വർഷ കാലഘട്ടമാണ് കണ്ടക ശനിദോഷമുള്ളത്. അപ്പോൾ ഈ 2.5 വർഷ കാലഘട്ടവും അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാനെ വഴിപാടുകളും പുഷ്പാഞ്ജലികളും നീരാഞ്ജനവും എല്ലാം നടത്തി പോകുന്നത് നല്ലതാണ്. എന്നാൽ 2.5 വർഷ കാലഘട്ടം കൊണ്ട് തീരുന്നില്ല. തുടർന്നിത് കഴിഞ്ഞിട്ട് ശനി അടുത്ത് നേരെ അഷ്ടമഭാവത്തിലോട്ട് വരും 2.5 വർഷ കാലഘട്ടം കഴിയുമ്പോൾ. അപ്പോൾ അഷ്ടമ ശനിദോഷമാണ്. കന്നിരാശിക്കാർക്ക് 5 വർഷ കാലഘട്ടം ശനിദോഷം തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ കണ്ടകശനി, അടുത്ത് അഷ്ടമശനി, ഇങ്ങനെ പ്രശ്നങ്ങളും പരിഭവങ്ങളും എല്ലാം ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കും. ഈ സമയം കൂടുതലായി ബാധിക്കുന്നത് കുടുംബജീവിതത്തിൽ വിവാഹ സംബന്ധമായ തടസ്സം. നമുക്കൊരു വിവാഹ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, എഴച്ചിലാണ്. നല്ല ആലോചനകൾ വരുന്നില്ല, എന്നാൽ പൊരുത്തം കിട്ടുന്നില്ല. എല്ലാം ഓക്കെ വരുമ്പോൾ പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ആൺകുട്ടിക്കോ പരസ്പരം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വിവാഹ സംബന്ധമായ പ്രശ്നം. പ്രണയിക്കുന്നവർ കലഹങ്ങളാകുന്നു, അവർ പിരിയുന്നു, അകലുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു, തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കുടുംബജീവിതത്തിലെ കാര്യം പറയേണ്ട ആവശ്യം തന്നെയില്ല. എന്നും വഴക്കുകളും പ്രശ്നങ്ങളും പരിഭവങ്ങളും പിണക്കങ്ങളും ഇറങ്ങി മാറി നിൽക്കുകയും അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ട് ഒരു സന്തോഷകരമായ ജീവിതം അനുഭവിക്കാൻ സാധിക്കാതെ കഴിയുന്ന അവസ്ഥയാണ് ഈ ഒരു വർഷക്കാലഘട്ടം, അല്ല ഈ വരുന്ന 2.5 വർഷക്കാലഘട്ടം അനുഭവിക്കുന്നത്. അത് ശനി മാറാൻ ഇനിയും 2.25 വർഷമുണ്ട് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, നെയ്യഭിഷേകം നടത്തുക, നെയ്വിളക്ക് കത്തിക്കുക, ഇങ്ങനെ എല്ലാ പരിഹാരങ്ങളും ചെയ്തു പോയാൽ ഇതിനുള്ള കാഠിന്യം കുറഞ്ഞുകൊണ്ടേയിരിക്കും.
രാഹു നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. ശത്രുക്കൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും, കളവുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, സാമ്പത്തികപരമായ ധനനഷ്ടം അല്ലെങ്കിൽ ധനം കളഞ്ഞു പോവുക, വിലപിടിപ്പുള്ള വസ്തുക്കൾ കളഞ്ഞു പോവുക, മറന്നു വെച്ച് പോവുക, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ചേരുന്ന സമയം. കന്നിരാശിക്കാർക്ക് തന്നെ കേതു നിൽക്കുന്നത് 12-ാം ഭാവത്തിലാണ്. അപ്പോൾ കേതു 12-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. നഷ്ടങ്ങൾ, പരാജയങ്ങൾ, തടസ്സങ്ങൾ, വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ പരാജയം എന്നിങ്ങനെയുള്ള പലതരം പ്രശ്നങ്ങൾ. ഇപ്പോൾ ഇവിടെ വ്യാഴം 10-ാം ഭാവത്തിൽ നേട്ടങ്ങൾ നൽകി സാമ്പത്തിക ഉയർച്ച കൊണ്ടുവരുമ്പോൾ ആ സാമ്പത്തികത്തെ കേതു ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. നേട്ടങ്ങൾ ഉണ്ടാകുന്നു, പരാജയങ്ങൾ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. 10,000 രൂപ നേടിയെടുക്കുമ്പോൾ 15,000 രൂപയുടെ ജോലിയും അല്ലെങ്കിൽ നഷ്ടവും അവിടെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അവയെല്ലാം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ധനപരമായ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാന് പൂജാ വഴിപാടുകൾ നടത്തുക. അതിനോടൊപ്പം നമുക്ക് നാഗദൈവങ്ങളെ, സർപ്പദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ ആയില്യ പൂജ നടത്തുക, നൂറുമ്പാലും നടത്തുക, ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപാട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുവാൻ ഇത് സഹായകരമായി മാറും. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് അനുഭവം ജീവിതത്തിൽ വരുമ്പോഴേക്കും ശനിയുടെ ദോഷവും സർപ്പത്തിൻ്റെ ദോഷവും കേതുവിൻ്റെ ദോഷവും എല്ലാം ബാധിക്കുക തന്നെ ചെയ്യും. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലഘട്ടം എങ്ങനെയായിരിക്കും? കാരണം വ്യാഴം രാശി മാറി, ശനി രാശി മാറി, രാഹു രാശി മാറി, കേതു രാശി മാറി. ഈ 4 ഗ്രഹങ്ങളുടെയും രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങളും ദോഷപരമായ അനുഭവങ്ങളും വന്നു ചേരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയവും ഒന്ന് രേഖപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം എല്ലാ മാസവും ക്ഷേത്രത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു പൂജ നടന്നു വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും പേരും നാളും രേഖപ്പെടുത്തുകയും അവിടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഈ ഒരു വർഷക്കാലഘട്ടം തുലാം രാശിയിൽ ജനിച്ച ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് അവരുടെ ഭാഗ്യസ്ഥാനത്താണ്. 9-ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് ഐശ്വര്യവും ധനപരമായ നേട്ടവും സന്താന സൗഖ്യങ്ങളും സന്താനത്തിനെ കൊണ്ടുള്ള ഗുണപരമായ അനുഭവങ്ങളും നല്ല പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും ധനപരമായ നേട്ടങ്ങളും വന്നു ചേരും. ഈശ്വര അനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങൾക്കും ഐശ്വര്യമുണ്ടാകുകയും വിഘ്നങ്ങൾ മാറുകയും ആനന്ദത്താൽ ജീവിതം ധന്യമാകുകയും ചെയ്യുന്ന സമയം എന്ന് തന്നെ പറയാം. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം, ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയം, ഇഷ്ടകാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സമയം. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയാണ് വ്യാഴത്തിൻ്റെ നേട്ടത്താൽ. എന്നാൽ അതേസമയം ശനി നിൽക്കുന്നത് ജന്മത്തിൻ്റെ 6-ാം ഭാവത്തിൽ ആയതുകൊണ്ട് ശനിദോഷം ഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ശത്രുദോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് തന്നെ അസൂയ മനോഭാവം ഉണ്ടാകുന്നു. സൗഹൃദം, അത് സുഹൃത്തുക്കൾ എന്ന് കണ്ട് നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന വ്യക്തികൾ സുഹൃത്തുക്കൾ അല്ലാതെയായി മാറുന്നു.
അവർ ശത്രുക്കളായി മാറുന്നു. സാമ്പത്തികപരമായി നമ്മളിൽ നിന്നും കടം വാങ്ങുകയും അതിനുശേഷം അത് തിരിച്ചു തരാതെ ശത്രുവായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. അങ്ങനെ ഒരുപാട് ദോഷപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ശനിയുടെ ദോഷങ്ങളുണ്ട്, എന്നാൽ വ്യാഴത്തിൻ്റെ നന്മകളും ജീവിതത്തിൽ വന്നു ചേരുന്നു. ശനിദോഷ പരിഹാരാർത്ഥം അയ്യപ്പസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. വ്യാഴത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി ലഭിക്കുന്നതിന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യുന്നത് ഏറെ ഉത്തമമായിരിക്കും. എന്നാൽ സർപ്പൻ 5-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. സർപ്പൻ 5-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് മനസ്സിന് ഒരു ധൈര്യക്കുറവ്, നമ്മളിറങ്ങി പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ സക്സസ് ആകുമോ, അല്ലെങ്കിൽ നഷ്ടത്തിൽ വരുമോ, അല്ലെങ്കിൽ എനിക്കത് നേടുവാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള ചിന്താഗതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവയെല്ലാം വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലത് തന്നെയായിരിക്കും. നമുക്കൊരു നേട്ടം ഉണ്ടാകുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു കോട്ടങ്ങളും ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാശിയിൽ കേതു നിൽക്കുന്നത് 11-ാം ഭാവത്തിൽ, കേതുവിൻ്റെ ഇഷ്ട രാശി എന്ന് തന്നെ പറയാം 11-ാം ഭാവം. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. എന്നിരുന്നാലും സൂക്ഷിക്കുക, അവസാന ഘട്ടത്തിൽ മാത്രമേ വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും നമ്മൾ നേരിടേണ്ടി വരും. തളരരുത്, വീണു പോകരുത്. നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുക. ഈശ്വര അനുഗ്രഹം നമ്മളിലുണ്ട്, അതിനോടൊപ്പം നേടുവാനുള്ള മനോധൈര്യവുമുണ്ട്. മനസ്സിൽ നമുക്ക് നേടണം എന്നാഗ്രഹിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മടിയും അലസതയും മാറ്റിവെച്ച് ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ നേട്ടങ്ങളും വിജയങ്ങളും അംഗീകാരങ്ങളും നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യം അവസാന ഘട്ടത്തിൽ മാത്രമേ വിജയത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ നമ്മളായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തും, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാക്കും, ഒരുപാട് തടസ്സങ്ങളുണ്ടാക്കും, അപവാദങ്ങൾ കേൾക്കും, അപമാനിക്കും, വീട്ടിനുള്ളിൽ നമുക്കൊരു വിലയില്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കും. വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കും. എന്നാൽ അന്തിമ വിജയം നമുക്ക് തന്നെയായിരിക്കും. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും. ഭഗവാനെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. വൃശ്ചികം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തിലുണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം വ്യാഴം രാശി മാറുന്നു, രാഹു രാശി മാറുന്നു, കേതു രാശി മാറുന്നു, ശനി രാശി മാറുന്നു. ഈ രാശി മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് ഈ നക്ഷത്രത്തെ അല്ലെങ്കിൽ ഈ രാശിക്കാരെ ബാധിക്കുന്നത്? വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്ന് പ്രതീക്ഷയോടുകൂടി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളായിരിക്കും. എന്നാൽ വ്യാഴം അതിൻ്റെ 8-ാം രാശിയിൽ നിൽക്കുമ്പോൾ കാര്യതടസ്സങ്ങൾ നിങ്ങളെ പിന്തുടർന്നു കൊണ്ട് തന്നെ ഇരിക്കും. എന്ത് കാര്യത്തിനിറങ്ങിയാലും തടസ്സങ്ങൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, അതിനോടൊപ്പം തന്നെ ശത്രുദോഷം, കൂടെ നിൽക്കുന്ന വ്യക്തികളെല്ലാം ശത്രുക്കളായി മാറുന്നു. നമ്മോടൊപ്പം നിൽക്കും എന്ന് കരുതിയ ഉറ്റ സുഹൃത്തുക്കൾ വരെ ശത്രുക്കളായി മാറുന്ന ഒരു സമയം. അങ്ങനെ ഒരുപാട് ദോഷങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമായി മാറിയിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആത്മാർത്ഥമായും മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുക, ഭഗവാന്റെ ക്ഷേത്ര ദർശനം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയാൽ മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാകുകയുള്ളൂ. അതിനോടൊപ്പം നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ എല്ലാ മാസവും ക്ഷേത്രത്തിൽ ഒരു ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജ നടത്തുകയാണ്. ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പേരും നക്ഷത്രവും നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അതിലൊന്ന് എഴുതുകയും ചെയ്യുക. വിവാഹ പ്രശ്നമാണോ, കുടുംബ പ്രശ്നമാണോ, സാമ്പത്തിക പ്രശ്നമാണോ, ജോലി പ്രശ്നമാണോ ഒന്ന് രേഖപ്പെടുത്തുക. കാരണം
നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പൂജ നടക്കുന്നത്. എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നടക്കുന്ന പൂജയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഗുണപരമായ അനുഭവങ്ങൾ ലഭിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരാൾക്കെങ്കിലും ഇതൊരു ഗുണപരമായി ഉണ്ടായാൽ, അതിന് ഒരു അനുഭവം ലഭിച്ചാൽ, അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ ഒരു നേട്ടം അത് തന്നെയാണ്. വെറുതെ വീഡിയോ കണ്ടു പോകാതെ നിങ്ങളുടെ പേര് നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമാണ്. ഇത്രയും ആൾക്കാർ നമ്മളുടെ പൂജയിൽ പങ്കെടുക്കുന്നു, നമുക്കത് നേട്ടമുണ്ടാകുന്നു. കാരണം ഒരു രൂപ പോലും നിങ്ങൾക്ക് ചിലവാകുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് എഴുതിയിടുക മാത്രമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എല്ലാ മാസത്തിലും ഈ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഗുണപരമായ മാറ്റം നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ജാതകഫലമെല്ലാം ഫോണിലൂടെ തന്നെ അറിയുവാൻ സാധിക്കും. അപ്പോൾ വ്യാഴം രാശി മാറിയിരിക്കുന്നത് നമുക്കൊരുപാട് ദോഷങ്ങൾ വരികയാണ്. പ്രാർത്ഥിക്കുക, വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാം ചെയ്യുന്നത് വളരെ ഉത്തമം തന്നെയായിരിക്കും. തുടർന്ന് ശനി നിൽക്കുന്നത് രാശിയുടെ 5ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. വൃശ്ചികൻ രാശിയുടെ 5ാം ഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ മനസ്സിന് ധൈര്യക്കുറവ്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ മദ്യപാന ടെൻഡൻസിയുള്ള വ്യക്തികൾക്ക് ആ ടെൻഡൻസി 4 ഇരട്ടിയായി വർദ്ധിക്കും. അങ്ങനെ ഒരു ദോഷഫലമൊക്കെ ഉണ്ട്. മദ്യപാന ടെൻഡൻസി അത് കൂടിക്കൊണ്ടേയിരിക്കും. ഈ മദ്യപിക്കാൻ ചെറിയ താല്പര്യമുള്ളവർക്ക് അതൊന്ന് മദ്യപിച്ചേക്കാമെന്നൊരു തോന്നുന്നു. അത് ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം, മദ്യം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ഒരുപാട് ലഹരി വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനോടുള്ള ആസക്തി കൂടിക്കൊണ്ടേയിരിക്കും. ഒന്ന് സൂക്ഷിക്കുക, കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവിനെ ഒന്ന് സൂക്ഷിക്കുക. നമ്മുടെ ധനം ചിലവാകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണിതൊക്കെ. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ശനിയുടെ ഈ ദോഷം കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു നെഗറ്റീവായ അനുഭവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ മന്ദഗതികൾ, എല്ലാ കാര്യത്തിനും വളരെ സമാധാനമായിട്ട് പതുക്കെ, തടസ്സമൊന്നും, എന്ത് പ്രശ്നം വന്നാലും ഒരു കുഴപ്പമില്ലാത്ത മട്ടിലാണ് ഓരോരുത്തരും ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിന് ധൈര്യമില്ലാത്ത വ്യക്തികളാണ്. വളരെ പേടിയും അല്ലെങ്കിൽ പരാജയഭീതിയും ഇതെല്ലാം ഉള്ള വ്യക്തികൾ. അങ്ങനെ ഒരുപാട് നെഗറ്റീവായ അനുഭവങ്ങളാണ് കാണുവാൻ സാധിക്കുന്നത്. വ്യാഴത്തിൻ്റെ ഇതിൽ തന്നെ വ്യാഴം അഷ്ടമത്തിൽ നിന്ന് നെഗറ്റീവായ അനുഭവങ്ങൾ, ശനി 5 നിൽക്കുമ്പോൾ അതും ദോഷപരമായ അനുഭവങ്ങൾ, ഒരു മന്ദഗതി, എപ്പോഴും ഉറക്കം, മടി, അലസത, ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടേയിരിക്കും. സർപ്പനാണെങ്കിൽ 4ാം ഭാവത്തിൽ നിൽക്കുന്നു. സർപ്പം 4ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കുടുംബത്തിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അച്ഛനും അമ്മയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, അച്ഛനും മക്കളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം, വീട്ടിൽ കടബാധ്യത കൂടിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ അറ്റകുറ്റപ്പണികൾ കൂടിക്കൊണ്ടിരിക്കുന്നു, വീട്ടു സാധനങ്ങൾക്ക് ചിലവ് കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നു, സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് വീട്ടിൽ അനുഭവിക്കുന്നു. ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും, വിജയിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ, സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ, കുടുംബത്തിനുള്ളിൽ മനസ്സമാധാനം കിട്ടാത്തൊരവസ്ഥ, കുടുംബ സ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം, അല്ലെങ്കിൽ അത് കിട്ടിയിട്ടും നമുക്ക് ഉപകാരമില്ലാത്തൊരവസ്ഥ, കുടുംബസ്വത്ത് ക്ഷയിച്ചിരിക്കുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് ദോഷങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കേതു നിൽക്കുന്നത് ജന്മത്തിൻ്റെ 10ാം ഭാവത്തിൽ. അപ്പോൾ കർമ്മരംഗത്തും തടസ്സം. അപ്പോൾ പിന്നെ ഇനിയൊന്നും നോക്കാനില്ല. എല്ലാ ഗ്രഹങ്ങളും നമുക്ക് ദോഷഭാവത്ത് തന്നെയാണ് നിൽക്കുന്നത്. കേതുവും 10ൽ നിൽക്കുമ്പോഴത്തേക്ക് ജോലിയിൽ മടി, അലസത, ജോലി കിട്ടാത്തൊരവസ്ഥ, നിത്യവും ജോലി ചെയ്യുന്നവർക്ക് ആ ജോലി ലഭിക്കാൻ പറ്റാത്തൊരവസ്ഥ, ജോലി ഇല്ലാത്ത ഒരവസ്ഥ, ദാരിദ്ര്യങ്ങൾ വന്നു ചേരുക. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഈ ഒരു രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായി ഓരോ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഇങ്ങനെ സംശയം, നമുക്ക് വ്യാഴം ഗുണം ചെയ്യുന്നു, അപ്പോൾ ശനി ദോഷം ചെയ്യുന്നു, എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്? അതാണ് ഞാനിവിടെ വ്യക്തമായി ലഘുവായി പറഞ്ഞു പോകുന്നത്. പലതരം ദോഷങ്ങൾ വരികയാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി. പരിഹാരം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദോഷം മാറാൻ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ശനിദോഷ പരിഹാരത്തിന് അയ്യപ്പനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഉത്തമം തന്നെയായിരിക്കും.
ഇവിടെ സർപ്പദോഷം മാറുന്നതിന് ആയില്യപൂജ നടത്തുകയും നാഗർക്ക് നൂറും പാലും എല്ലാം നടത്തി വരുന്നതും നല്ലതായിരിക്കും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും നാരങ്ങ വിളക്ക് കത്തിക്കുന്നതും നാരങ്ങ മാല ചാർത്തുന്നതെല്ലാം ഉത്തമമായിരിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഗണപതി ഹോമം നടത്തുകയും ഗണപതിക്ക് നാളീകരം എല്ലാം ഉടച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. ധനുരാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം എന്നീ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലത്തിൽ ഉണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കാരണം ഈ ഒരു കഴിഞ്ഞ നാളുകളിൽ വ്യാഴം രാശി മാറിയിരിക്കുകയാണ്. അതുപോലെ ശനി രാശി മാറിയിരിക്കുന്നു, രാഹു രാശി മാറി, കേതു രാശി മാറി എന്നിങ്ങനെ 4 ഗ്രഹങ്ങളാണ് രാശി മാറിയിരിക്കുന്നത്. വ്യാഴമാറ്റവും ശനിമാറ്റവും രാഹു കേതു മാറ്റങ്ങൾ ഇവയെല്ലാം നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഓരോ മാറ്റങ്ങളും അതായത് രീതിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരുടെയും സംശയമാണ് ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ, വ്യാഴം മാറുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ശനി മാറുമ്പോൾ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇതിപ്പോൾ എങ്ങനെയാണ്? അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മൾ എല്ലാ മാസവും അമ്പലത്തിൽ നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ, സാമ്പത്തികമാകാം, വിവാഹ സംബന്ധമാകാം, വിദ്യാഭ്യാസപരമാകാം, ജോലി സംബന്ധം എന്താണ് കാരണം, അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. കാരണം നമ്മൾ പൂജയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഈ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം നടത്തുന്ന പൂജയാണ്. ഒരുപാട് ആൾക്കാരിങ്ങനെ നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പൂജ നടത്തുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അതുതന്നെയാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ആ ഒരു പൂജ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് അതിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ധനു രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മൂലം, പൂരാടം, ഉത്രാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം ഇവർക്ക് വ്യാഴം നിൽക്കുന്നത് 7ാമത്തെ രാശിയിലാണ്. 7ാം രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന്, അതായത് ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നാവാം, ഭർത്താവിന് ഭാര്യയിൽ നിന്നും ആകാം, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ നിന്നും, ഇപ്പോൾ നമ്മളൊരു വീട് വയ്ക്കുന്നു, ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ജോലിയിൽ ബിസിനസ്സിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇങ്ങനെ വന്നിരിക്കുന്നു, ആ ഒരു കാലഘട്ടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവിനാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു എന്നുണ്ടെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നും ഒരു സാമ്പത്തിക സഹായം ഉണ്ടാകാം. അല്ലെങ്കിൽ ഭർത്താവിനാണ് ഇങ്ങനൊരു ഭാര്യയ്ക്കാണ് ഒരു ആവശ്യം എന്നുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ ഒരു സാമ്പത്തിക സഹായമൊക്കെ ഉണ്ടാകും. അവരിൽ നിന്നും ഗുണപരമായ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും നല്ല രീതിയിലുള്ള ഒരു സഹായവും സന്തോഷവും എല്ലാം ലഭിക്കുന്ന കുറച്ച് കാലഘട്ടം, ഒരു വർഷ കാലഘട്ടമാണ് വരുന്നത്. അപ്പോൾ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും എന്നുണ്ടെങ്കിലും വിവാഹം നടക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വിവാഹം നടക്കാൻ അതായത് കുറച്ച് കാലതാമസം, ഈ ഒരു വർഷം കഴിയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർക്ക് ചാരവശാൽ ഇങ്ങനെ വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുമ്പോഴേക്കും മംഗല്യപരമായ കാര്യങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത പങ്കാളിയെ കിട്ടാതെ വരുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ പോകുന്നു എന്നുണ്ടെങ്കിലും പ്രണയിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരാം. അവർ തമ്മിൽ പിരിയുവാനോ അകലുവാനോ അവർ തമ്മിലുള്ള ആ ഒരു സംസാരം കുറയുവാനോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധ്യതയും കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ വ്യാഴം 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളും ദോഷങ്ങളും വരുന്നു എന്നുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുമ്പോൾ ശനിയുടെ മാറ്റമാണ്. ശനി 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4ാം ഭാവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാശിക്കാർക്ക് കണ്ടക ശനിദോഷമാണ്. കൂടുതലും കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ വീട് സംബന്ധമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, അവർക്ക് ജോലി സംബന്ധമായിട്ട് വരുന്ന ആ ഒരു സാമ്പത്തിക ചിലവുകൾ, ബിസിനസ്സിൽ വരുന്ന ചിലവുകൾ,
ഇങ്ങനെ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുണ്ടാവുന്ന പ്രശ്നം, ഇതെല്ലാം കുടുംബത്തിനുള്ളിൽ വന്ന് ഭവിക്കുകയും ആ കുടുംബത്തിലെ വ്യക്തികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു, ഒരു മനസ്സമാധാനമില്ലാത്തൊരവസ്ഥ, ഇങ്ങനെയെല്ലാം വരുന്നുണ്ട്. തുടർന്ന് നിങ്ങൾ വസ്തുവോ വീടോ ഇതെന്തെങ്കിലും വിൽക്കുവാനോ വാങ്ങുവാനോ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയും തടസ്സങ്ങൾ നമ്മളുടെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നേട്ടം കൈവരിക്കുവാനാകാത്തൊരവസ്ഥ. അങ്ങനെ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. കൂടുതലും വീട് ഗൃഹസംബന്ധമായിട്ടായിരിക്കും നമുക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അയ്യപ്പസ്വാമിയെ മുറുകെ പിടിക്കുക, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പൂജിക്കുക, ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതശുദ്ധിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനമോ എള്ളുകിഴിയോ അല്ലെങ്കിൽ നെയ്വിളക്കോ എള്ളു പായസമോ ശനീശ്വര ഹോമോ ഇതെല്ലാം നടത്തുന്നത് നല്ലത് തന്നെയായിരിക്കും. വ്യാഴത്തിൻ്റെ ആ ഒരു മാറ്റം കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നു എന്നുണ്ടെങ്കിൽ അതായത് കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ ബുദ്ധിമുട്ടോ വരുന്നു എന്നുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് രാഹുവും കേതുവും രാശി മാറി നിൽക്കുന്നത്. രാഹു രാശി മാറി നിൽക്കുന്നത് 3-ാം ഭാവത്തിലായിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് സഹോദരനിൽ നിന്നുള്ള ശത്രുതാ മനോഭാവം ഉണ്ടാകാൻ സാധ്യത, സഹോദരന്മായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ധനം സഹായിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോവുക, അല്ലെങ്കിൽ സഹോദരന് ഇങ്ങോട്ടാണ് നമുക്ക് സഹായിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ വരുന്നൊരവസ്ഥ, സഹോദരങ്ങളിൽ നിന്നും ദുഃഖകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ നമുക്കത് സാമ്പത്തികപരമായിട്ടാകാം, മാനസികപരമായിട്ടാകാം, നമ്മുടെ ഒരു മനസ്സിനെ തന്നെ തളർത്തുന്ന രീതിയിലുള്ള പ്രവൃത്തി നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്നും നിങ്ങൾക്കുണ്ടാകുകയും നിങ്ങൾക്ക് അവർ മുഖാന്തരം ജീവിതത്തിൽ വിഷമങ്ങളും അതുപോലെ അപവാദങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. വളരെ ശ്രദ്ധാപൂർവം സഹോദരന്മാരുടെ ആ ഒരു പ്രവൃത്തിയും സഹായങ്ങളും എല്ലാം നോക്കി ചെയ്യുന്ന നല്ല, ഈ ഒരു സമയം മോശമായതുകൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിയെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും പ്രധാനം, അതായത് ധനുരാശിക്കാർക്ക് ഏറ്റവും ദോഷം എന്ന് പറയുന്നത് കേതുവിൻ്റെ മാറ്റമാണ്. വ്യാഴം മാറി, ശനി മാറി, സർപ്പൻ മാറി, രാഹു മാറി. അപ്പോൾ ഈ ഒരു മാറ്റം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതത്തിൽ കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ കേതുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 9-ാം ഭാവത്തിലാണ്. കേതു നിൽക്കുന്നത് 9-ാം ഭാവത്തിൽ. അപ്പോൾ കേതു 9-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഭാഗ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ, ദൈവാനുഗ്രഹം നമ്മളിലേക്ക് എത്താതെ പോകുന്നൊരവസ്ഥ, നമ്മൾ വിജയിക്കും എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പരാജയത്തിലാകുന്ന അവസ്ഥ, ഏത് മേഖലയിലും തടസ്സങ്ങൾ. വിദ്യാർത്ഥികളായ വ്യക്തികൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നില്ല, നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കും, പഠിത്തത്തിൽ മന്ദത വരുന്നു, അഡ്മിഷൻ ലഭിക്കാതെ വരുന്നു, പഠിത്തത്തിൽ മുന്നിലുണ്ടായിരുന്ന വ്യക്തികൾ പിന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർക്ക് അതിൻ്റേതായ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ പറ്റാത്ത അവസ്ഥ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർക്ക് വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ബിസിനസ്സിൽ നഷ്ടങ്ങളും പരാജയങ്ങളും വന്നു ചേരുന്നു. മാത്രമല്ല നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ലഭിക്കാതെ വരുന്നു എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ വിവാഹം ആലോചിക്കുന്നവർക്ക് അത് നടക്കുന്നില്ല. വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ മാറ്റവും കൂടെ ബുദ്ധിമുട്ടൊക്കെ തന്നെയായിരിക്കും. എന്നാൽ ഇതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വരുത്തിക്കൊണ്ടേയിരിക്കും. നമുക്കൊരു ഉയർച്ചയില്ലാത്തൊരവസ്ഥ ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയം ഗണപതി ഭഗവാനെയാണ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുള്ളത്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഗണപതി ഹോമം നടത്തുക. പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഹോമം നടത്തുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും. നമ്മുടെയൊക്കെ ചുറ്റും എല്ലാ അമ്പലത്തിലും ഗണപതിയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിക്കൊരു നാളികേരം ഉടയ്ക്കുക. ഇങ്ങനെ ഭഗവാനെ ആത്മാർത്ഥമായും പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തടസ്സങ്ങൾ ഏറെക്കുറെ മാറി ജീവിതത്തിലേക്ക് വരുവാൻ സാധിക്കും. അതിനോടൊപ്പം ആയില്യം നാൾ വരുമ്പോൾ സർപ്പദൈവങ്ങൾക്ക് നൂറും പാലോ പാൽപ്പായസ വഴിപാടോ അല്ലെങ്കിൽ ആയില്യ പൂജയോ അല്ലെങ്കിൽ അഭിഷേകത്തിനുള്ള നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണോ അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നല്ല രീതിയിലുള്ള ഒരു ദോഷങ്ങൾ
ഈ ഒരു രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയും ഭഗവാന്റെ നാമജപങ്ങളും ഏറെ ഗുണം ചെയ്യും. ഭക്തിമാർഗം നിങ്ങൾ നയിക്കുകയും അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമങ്ങളൊക്കെ ജപിച്ച് മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. മകരം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം വ്യാഴം രാശി മാറി, ശനി രാശി മാറി, രാഹു രാശി മാറി, കേതു രാശി മാറി. ഈ രാശി മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണപരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ പുതിയ വീഡിയോസ് എല്ലാം കാണുവാൻ സാധിക്കും. കൂടാതെ ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യൂ. ജാതകഫലം ഫോണിലൂടെ അറിയുവാൻ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ എല്ലാ മാസവും ക്ഷേത്രത്തിൽ നമ്മുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പൂജ നടക്കുകയാണ്. ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ. പൂജയിൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളിലും മാറുന്നതിന് വേണ്ടി നിങ്ങളുടെ പേരും നക്ഷത്രവും ചൊല്ലി പൂജ നടന്നു പോരുകയാണ്. എല്ലാ മാസവും നടക്കും. പലർക്കും അതറിയാമെന്നുള്ള കാര്യം തന്നെ. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ്, വിഷയം എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളത് നോക്കുന്നുണ്ട്. കാരണം ശ്രദ്ധിക്കാനിടയായത് ഒരു പേര് തന്നെയാണ് പല വീഡിയോയിലും അവർ കമൻറ്റ് ചെയ്തിങ്ങനെ വരികയാണ്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം തരുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥനയിലും പൂജയിലും ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു മാറ്റം ഉണ്ടാകുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറയുമ്പോൾ, കോൺടാക്ട് ചെയ്ത് പറയുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്നാൽ സാധിക്കുന്നത് അവർക്കൊരു വഴിപാടോ പൂജ ഇങ്ങനെ കഴിക്കുന്നു. അപ്പോൾ വലിയൊരു പൂജയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ജീവിതത്തിലെ വിഷയവും എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ചെറിയ രീതിയിലുള്ള മാറ്റമെങ്കിലും വരുത്തുവാൻ സാധിക്കും. ഈ ഒരു രാശി മാറ്റത്തിൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴം നിൽക്കുന്നത് 6ാമത്തെ ഭാവത്തിലാണ്. 6ാം രാശിയിലാണ് വ്യാഴം നിൽക്കുന്നത്. വ്യാഴം 6ാമത്തെ രാശി നിൽക്കുമ്പോഴേക്കും കടബാധ്യതകളായിരിക്കും കൂടുതലും വന്നു ചേരുന്നത്. മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം ഈ നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും താഴോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ബിസിനസ്സിൽ നിങ്ങൾക്ക് നഷ്ടം വരാം. നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥ വരാം. ഇനി എത്ര തന്നെ സാമ്പത്തികം കയ്യിൽ ലഭിച്ചാലും അത് സാമ്പത്തികം നിലനിർത്തുവാൻ സാധിക്കാതെ ചിലവായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ, നിങ്ങളെ പറ്റിക്കുന്നൊരവസ്ഥ. കൂടെ നിൽക്കുന്നവർ തന്നെ സാമ്പത്തികം തരാമെന്ന് കരുതി വാങ്ങിക്കുന്നു, തിരിച്ച് നമ്മളെ പറ്റിക്കുന്നു. ആ ഒരു സൗഹൃദവും ഇല്ലാതെയാകുന്നു. അതിനോടൊപ്പം തന്നെ സാമ്പത്തികവും നഷ്ടമാകുന്നൊരവസ്ഥ. അപ്പോൾ സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ട് വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷ കാലഘട്ടം തന്നെയാണ്. സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധയുണ്ടായിരിക്കുക. അല്ലാത്ത പക്ഷം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക തന്നെ ചെയ്യും. കൂടാതെ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നതായിരിക്കും. ആരോഗ്യപരമായി ചെറിയ ബുദ്ധിമുട്ടുകൾ വരാം. നേരത്തെ ഉണ്ടായിരുന്ന അസുഖങ്ങൾ മാറാതെ തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ പുതിയ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു സമയം തന്നെയാണ്. നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന, പൂജ ഇതെല്ലാം അത്യാവശ്യം തന്നെയാണ്. അതിനോടൊപ്പം ക്ഷേത്ര ദർശനം നടത്തുക. വിഷ്ണു ഭഗവാനെയോ അല്ലെങ്കിൽ ഭഗവാന്റെ അവതാരമുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. പറയുവാനായി പോസിറ്റീവായിട്ടൊന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥ, നഷ്ടങ്ങളും പരാജയങ്ങളും വിദ്യാർത്ഥികൾക്കായാൽ പോലും അതൊരു വിജയത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത അവസ്ഥ, ബിസിനസ്സിൽ പരാജയം വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഈശ്വരനെ അഭയം പ്രാപിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒരിതാണ്, ഞാൻ 10 വർഷം കൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുന്നു, അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഞാൻ നിർമാല്യം തൊഴുന്നു, അവിടെ മുടങ്ങാതെ പൂജ നടത്തുന്നു എന്നൊക്കെ. അതിൽ കാര്യമില്ല. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഒരു സമയദോഷം വന്നാൽ, ഒരു കാലദോഷം വന്നാൽ, നമുക്കൊരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ വന്നാൽ, നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയുടെ 3 ഇരട്ടി ഭഗവാനെ വിളിക്കുക.
ഇപ്പോൾ ഒരു നേരം ക്ഷേത്രത്തിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണെങ്കിൽ ഭഗവാനെ 3 നേരം ക്ഷേത്ര ദർശനം നടത്തി, അല്ലെങ്കിൽ 3 പൂജ കണ്ട് തൊഴുക, അല്ലെങ്കിൽ മുടങ്ങാതെ 2 നേരമെങ്കിലും പോയി തൊഴുത് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. ഒരു പ്രാവശ്യം സഹസ്രനാമം ജപിച്ചുകൊണ്ടിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം സഹസ്രനാമം ജപിച്ച് പ്രാർത്ഥിക്കുക. എങ്കിൽ മാത്രമേ മാറ്റം വരികയുള്ളൂ. ഈശ്വരൻ്റെ ഒരു അനുഗ്രഹവും കടാക്ഷവും നിങ്ങൾ ചൊരിയുകയുള്ളൂ. അപ്പോൾ ശനി നിൽക്കുന്നത് ഭാവത്തിൻ്റെ 3ാമത്തെ രാശിയിലാണ്. വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരവസ്ഥ. എങ്കിലും ചെറിയ ഇഴച്ചിലുകളും തടസ്സങ്ങളും മടികളും അലസതകളും വന്നുകൊണ്ടിരിക്കും എന്നുണ്ടെങ്കിലും വലിയ രീതിയിലുള്ള ദോഷം ശനി ചെയ്യുകയില്ല. കാരണം ഇതിനു മുമ്പ് നല്ല രീതിയിൽ ദോഷം വരുത്തി ഒരു 7.5 വർഷ കാലഘട്ടമൊക്കെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിനൊരു ബ്രേക്ക് വന്നിരിക്കുകയാണ്. ശനിയുടെ ദോഷം വലുതായി ബാധിക്കുകയില്ല. തുടർന്ന് രാഹു നിൽക്കുന്നത് 2ാം ഭാവത്തിൽ. അത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ തന്നെ നമുക്കുള്ള ദോഷങ്ങൾ വിളിച്ചു വരുത്തുന്നൊരവസ്ഥ. അതായത് നമ്മുടെ സംസാരം മൂലം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരവസ്ഥ. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. കാരണം നമ്മുടെ സംസാരം മറ്റുള്ളവർക്ക് ശത്രുതയുണ്ടാക്കുന്നു. നമ്മൾ പറയുന്നത് നല്ല കാര്യങ്ങളായിരിക്കും, പക്ഷേ എതിരെ നിൽക്കുന്ന ആൾ അതിനെ മോശമായി ചിത്രീകരിക്കുകയും മറ്റൊരാളുടെ ചെവിയിൽ അത് എത്തുമ്പോഴേക്കും നമ്മൾ അവരുടെ നെഗറ്റീവായിട്ട് പറഞ്ഞു, അവരെ മോശമായി പറഞ്ഞു എന്ന രീതിയിൽ വരികയും ഇങ്ങനെ ചെയ്യുന്നൊരവസ്ഥ. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ഒരു കാര്യം നമ്മൾ തന്നെ മോശമായി ചിത്രീകരിക്കുന്നൊരവസ്ഥ. അതായത് നാവ് കൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നു. ഒരാളെക്കുറിച്ച് പോസിറ്റീവ് പറയുന്നതിന് പകരം ചിലപ്പോൾ നമ്മൾ തന്നെ നെഗറ്റീവ് പറയുന്നൊരവസ്ഥ. സൂക്ഷിക്കുക. അങ്ങനത്തെ സ്വഭാവക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക. കാരണം ഇത് അവസാനം തിരിഞ്ഞ് നിങ്ങൾക്ക് തന്നെ പ്രശ്നമായി വരാം. കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മൾ ഒരാളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ 9 പേർ നമ്മളെക്കുറിച്ച് അപരാധം പറയും. അത് വളരെ വ്യക്തമായി ശ്രദ്ധയിൽപ്പെടുത്തുക. ജീവിതത്തിൽ നമ്മളത് ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. നമ്മൾ ഒരു സ്ത്രീയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുരുഷനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ചോ നമ്മൾ ഒരു മോശമായ കാര്യം പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമുക്കും അതേ അവസ്ഥ വരാം. നമ്മുടെ കുടുംബത്തിലും ഇതുപോലുള്ള വ്യക്തികളുണ്ട്. നമ്മൾ ഒരാളായിരിക്കും അവരെക്കുറിച്ച് മോശം അഭിപ്രായം പറയുന്നത്. അപ്പോൾ നമ്മളെക്കുറിച്ചോ നമ്മളെ കുടുംബാംഗങ്ങളെക്കുറിച്ചോ മറ്റ് 9 പേരായിരിക്കും അനാവശ്യങ്ങൾ പറഞ്ഞു പരത്തുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതങ്ങനെ തന്നെ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നാവ് കൺട്രോൾ ചെയ്യുക. നാവ് അടക്കി സംസാരം വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് കൊണ്ടുപോയാൽ ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇത് എടുത്തു ചാടിയുള്ള പെരുമാറ്റം, എടുത്തു ചാടിയുള്ള സംസാരം, ഇതൊക്കെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയുടെ നാമം ജപിക്കുക, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക. സർപ്പദൈവങ്ങൾക്ക് നൂറുംപാലും വഴിപാടുമെല്ലാം നടത്തി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. കേതു നമ്മുടെ രാശിയുടെ 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 8ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നം, കാര്യതടസ്സങ്ങൾ ഇവയ്ക്കെല്ലാം കാരണമാകും. ഏറ്റവും പ്രധാനം ആരോഗ്യ പ്രശ്നം തന്നെയാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ വ്യാഴം നിൽക്കുന്നത് 6ാം ഭാവത്തിൽ. ചെറിയ രീതിയിലുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകാം, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുണ്ടാകാം. അതുപോലെ തന്നെയാണ് കേതു നിൽക്കുന്നത് 8ാം ഭാവത്തിൽ. ആരോഗ്യപരമായി നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് വരാൻ പോകുന്നത്. ഹോസ്പിറ്റൽ വാസം ഉറപ്പായും വരുവാനുള്ള കാലഘട്ടമാണ്. ഈ ഒരു സമയത്താണ് ഭഗവാനെ ആത്മാർത്ഥമായി വിളിക്കേണ്ടത്. നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ ഹോസ്പിറ്റലിൽ കഴിയേണ്ട ഒരവസ്ഥ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. സൂക്ഷിക്കുക. വ്യാഴം 8ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ആരോഗ്യപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു വർഷത്തിനകത്ത് വരാൻ സാധ്യതയുണ്ട്. അസ്ഥി സംബന്ധമായിട്ടുള്ള പൊട്ടലോ സ്ക്രാച്ചോ അല്ലെങ്കിൽ അതിൻ്റേതായ എന്തെങ്കിലും തകരാറുകളോ മൂലം പ്ലാസ്റ്റർ ഇടുക, ബാൻഡേജ് ഇടുക, അല്ലെങ്കിൽ അതിനുവേണ്ടി റെസ്റ്റ് എടുക്കേണ്ടി വരും, ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള സ്റ്റിച്ച് ഇടേണ്ട അവസ്ഥ, അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യേണ്ട ഒരവസ്ഥ, അങ്ങനെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നേക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം മൂലം ഹോസ്പിറ്റലിൽ ഒരു 3 ദിവസമെങ്കിലും കഴിയേണ്ട ഒരവസ്ഥ. ഇങ്ങനെയൊക്കെ പലതരം ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. ഗണപതി ഭഗവാനെയൊക്കെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.
നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉറപ്പായിട്ടും മാറിക്കിട്ടും, നേട്ടങ്ങളുണ്ടാകും. അതിനുവേണ്ടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറെ നല്ലതാണ്. സാമ്പത്തികപരമായിട്ട് ആരെയും സഹായിക്കരുത്. നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരികെ കിട്ടാൻ പോകുന്നില്ല, അയാളുമായി ശത്രുതയിലാവാനും സാധ്യതയുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നേട്ടങ്ങളും വിജയങ്ങളും വരുവാൻ വേണ്ടി സർപ്പപൂജ നടത്തുക, ആയില്യപൂജ നടത്തുക, നൂറുംപാലം നടത്തുക, അതിനോടൊപ്പം ഗണപതി ഭഗവാനെ പൂജാ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തി മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കുംഭം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം വ്യാഴം രാശി മാറിയിരിക്കുന്നു, ശനി രാശി മാറിയിരിക്കുന്നു, രാഹു രാശി മാറിയിരിക്കുന്നു, കേതു രാശി മാറിയിരിക്കുന്നു. ഈ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണദോഷ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ്, നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നത്. കാരണം നമ്മളുടെ ഈ പ്രേക്ഷകർക്ക് വേണ്ടി, പ്രോഗ്രാം കാണുന്ന വ്യക്തികൾക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടക്കുകയാണ്. അപ്പോൾ ആ പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് പല ആൾക്കാരും പല പ്രാവശ്യം പേരുകൾ എഴുതി അയക്കുന്നതായി കാണുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷമാണ് തോന്നുന്നത്. അവർക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. നമ്മൾ തീർച്ചയായിട്ടും ആ വിശ്വാസത്തിനനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഫലം ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും. നമ്മുടെ ഈയൊരു കുംഭം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 5ാമത്തെ രാശിയിലാണ്. 5ാമത്തെ രാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ മാനസികപരമായിട്ടുള്ള സന്തോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഭക്തി കൂടുതലായി വരുവാനുള്ള സമയം തന്നെയാണ്. മനസ്സിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ നേടണമെന്ന് വിചാരിച്ച ലക്ഷ്യത്തിലോട്ട് നടന്നു ചെല്ലുവാൻ സാധിക്കുന്ന സമയം, ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ സാധിക്കുന്ന സമയം, നമുക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന സമയം എന്നൊക്കെ തന്നെ പറയാം. വേഴത്തെ കൊണ്ട് ഗുണപരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിലുണ്ടാകുന്നത്. മാനസികപരമായ സന്തോഷം, അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളെല്ലാം നമുക്ക് കീഴടക്കുവാൻ സാധിക്കും. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുവാൻ നമുക്ക് മനസ്സിന് ധൈര്യം വന്നു ചേരും. എന്തു തന്നെ വന്നാലും നേരിടും, ഞാനിവിടെ വിജയിക്കും, ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമെന്ന ധൈര്യത്തോടു കൂടി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നേട്ടമുണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് ഈ ഒരു വർഷക്കാലഘട്ടം ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുമ്പോൾ ശനി നിൽക്കുന്നത് 2ാമത്തെ രാശിയിൽ തന്നെയാണ്. അപ്പോൾ 7.5 ശനിദോഷം ജീവിതത്തിൽ വന്നു ചേരുമ്പോഴേക്കും നമുക്ക് പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയം. ഒരു കാര്യവും കൃത്യമായിട്ട് അതിൽ എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥയാണ് കാണുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിനെല്ലാത്തിനും തടസ്സം വന്നുകൊണ്ടേയിരിക്കും, ഇഴച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കാത്തൊരവസ്ഥ, വിജയിക്കുവാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ശനി മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നുണ്ട്. 7.5 ശനിയുടെ ദോഷങ്ങളെല്ലാം ഫുൾ വീഡിയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു സമയം ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ശനീശ്വര പൂജ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കൃത്യമായി തന്നെ എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം കഴിപ്പിക്കുക, എള്ള് പായസ വഴിപാട് നടത്തുക, നെയ്യ് വിളക്ക് അർപ്പിക്കുക, അതിനോടൊപ്പം തന്നെ ശനീശ്വര ഹോമം നടത്തുക എന്നിങ്ങനെയുള്ള ഒരു പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. തടസ്സങ്ങൾ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിച്ചേരാം. വേഴത്തിൻ്റെ രാശിമാറ്റം മൂലം നമുക്ക് നേട്ടങ്ങൾ വരുമെന്നുണ്ടെങ്കിലും ആ നേട്ടങ്ങളിൽ എത്തിച്ചേരുവാൻ ശനി അനുവദിക്കില്ല, തടസ്സം വരുത്തിക്കൊണ്ടേയിരിക്കും, വിജയത്തിലെത്തുവാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുന്നത് നല്ലത് തന്നെയായിരിക്കും. നമ്മൾ വിചാരിച്ച കാര്യം ആ ഒരു അവസ്ഥയിൽ എത്തിക്കുവാൻ വേണ്ടി
ശനീശ്വര ഹോമം നടത്തുക അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക, അയ്യപ്പസ്വാമിയെ പൂജിക്കുകയോ ഉപാസിക്കുകയോ ചെയ്യുന്നതെല്ലാം നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം രാഹു നിൽക്കുന്നത് അതേ രാശിയിൽ തന്നെയാണ്. കുംഭൻ രാശിയിൽ തന്നെ രാഹു നിൽക്കുമ്പോഴേക്കും അവിടെയും കാര്യതടസ്സം തന്നെയാണ് കാണുന്നത്. കാര്യതടസ്സങ്ങൾ, പെട്ടെന്ന് ദേഷ്യം വരുന്നൊരവസ്ഥ, നമുക്ക് ഒരാളോട് വൈരാഗ്യമോ അല്ലെങ്കിൽ ദേഷ്യമോ അല്ലെങ്കിൽ പകയോ തോന്നിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ കൊണ്ട് നടക്കുകയും അയാളെ കാണുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ജീവിതത്തിൻ്റെ മാറ്റം തന്നെ ഉണ്ട്. അതായത് നമ്മുടെ സമനില തെറ്റിപ്പോകുന്ന ഒരവസ്ഥ. ഒരാളോടൊരു വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് തന്നെയായിരിക്കും ചിന്ത. ജോലിയിൽ ചിന്ത കാണില്ല, അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യത്തിൽ ചിന്ത കാണില്ല. അതെല്ലാം വിട്ടേക്കുക. പകയും ദേഷ്യവും എല്ലാം മറന്ന് നമ്മളുടെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും. അവരവർ നമുക്കെതിരായിട്ട് എന്തെങ്കിലും ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം തീർച്ചയായിട്ടും അവർക്ക് ഈശ്വരൻ കൊടുക്കുക തന്നെ ചെയ്യും. നമ്മളതിനെ മനസ്സിലിങ്ങനെ ഒരാളോട് വൈരാഗ്യം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ വൈരാഗ്യ ബുദ്ധി വർദ്ധിക്കുന്നു, മാനസികപരമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ടാകുന്നു, കാര്യതടസ്സങ്ങൾ വരുന്നു, ജീവിതത്തിൽ വിജയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു, അല്ലെങ്കിൽ നമുക്ക് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അതിനിടയിൽ നമ്മൾ മുൻകോപവും കൂടി ആയാൽ കുടുംബജീവിതത്തെ അത് ബാധിക്കും. കാരണം ഇവിടെ 7ാം ഭാവത്തിൽ അടുത്ത് നിൽക്കുന്നത് കേതുവാണ്. കേതു 7ാം ഭാവത്തിൽ നിൽക്കുന്നു, സർപ്പൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തെ ബാധിക്കുന്നു. വിവാഹ തടസ്സം, മാത്രമല്ല വിവാഹം കഴിഞ്ഞവർക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥ, ഒരു ജീർണാവസ്ഥയിലുള്ള ദാമ്പത്തിക ജീവിതം, എന്തിന് ജീവിക്കുന്നു എന്നുവരെ തോന്നലുകൾ ഉണ്ടാകുന്നൊരവസ്ഥ. രാവിലെ എഴുന്നേൽക്കുന്നു, ആഹാരമൊക്കെ കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, ജീവിതം ഇങ്ങനെ പോകുന്നു, ആ ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് നമ്മളുടെ കുഴപ്പം കൊണ്ട് തന്നെ പകുതി പ്രശ്നം ഉണ്ടാകും. കാരണം നമ്മുടെ ആ മനസ്സിൻ്റെ എടുത്തുചാട്ടവും ദേഷ്യവും, ഈ ദേഷ്യം അടക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു കുടുംബജീവിതം നമുക്ക് നയിക്കുവാൻ സാധിക്കും. സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് പ്രണയ പരാജയം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് തടസ്സങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടി അതിൻ്റേതായ പരിഹാരം ചെയ്യുക. സ്വയം ആദ്യം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷമില്ല, ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തട്ടിയും മുട്ടിയും ജീവിതം പോകും. പക്ഷേ 5 വർഷം കഴിയുമ്പോൾ നോക്കുമ്പോഴേക്കും ചിരിക്കാൻ മറന്നു പോകുന്നൊരവസ്ഥയായിരിക്കും. ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, സന്തോഷവും സമാധാനം ഐശ്വര്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ മനസ്സിലെ ദേഷ്യവും പകയും വൈരാഗ്യവും എല്ലാം മറന്ന് സന്തോഷത്തോടു കൂടി കുടുംബജീവിതമൊക്കെ നയിച്ച് മുന്നോട്ട് പോവുക. പെരുമാറ്റവും നമ്മുടെ എടുത്തുചാട്ടമൊക്കെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി കാണുന്നത്. അതെല്ലാം നിയന്ത്രിച്ച് കൊണ്ടുപോവുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയുടെ നാമം ജപിക്കുക. അതുപോലെ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. പക്കനാട് വരുമ്പോൾ ഗണപതി ഹോമം നടത്തുക, ഭഗവാനെ പ്രാർത്ഥിക്കുക ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ആയില്യം നാളുകളിൽ സർപ്പപൂജ ചെയ്യുക, നൂറും പാലും അർപ്പിക്കുക, പാൽപ്പായസ വഴിപാട് അർപ്പിക്കുക, അഭിഷേകം ചെയ്യുക. ഇങ്ങനെയെല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷങ്ങൾ കുറയുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷ കാലഘട്ടത്തിലുണ്ടാകുന്ന ഗുണദോഷ പരിഹാരങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. കാരണം ഈ ഒരു സമയം വ്യാഴം രാശി മാറിയിരിക്കുന്നു, ശനി രാശി മാറിയിരിക്കുന്നു, രാഹു രാശി മാറിയിരിക്കുന്നു, കേതു രാശി മാറി. ഇത്രയും ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ പലതും വരുന്നുണ്ട്. ഒരു വർഷ കാലഘട്ടം നമുക്കുണ്ടാകുന്ന ഗുണദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ വ്യാഴം, ശനി, രാഹു, കേതു ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും വരികയാണ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. സ്ക്രീനിൽ നമ്പർ കാണുകയാണ്, ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തോളൂ. കൂടാതെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളും പ്രശ്നങ്ങളും നേരിടുന്നു എന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പൂജ നടത്തുകയാണ്. അപ്പോൾ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങളുടെ വിഷമങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും മാറുന്നതിന് വേണ്ടിയാണ് ഈ പൂജ നടത്തുന്നത്. പ്രേക്ഷകരുടെ പലരുടെയും പ്രശ്നങ്ങൾക്കൊരു ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാകുന്നു എന്നൊരു മറുപടി നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ വളരെ സന്തോഷം തന്നെയാണ്. അപ്പോൾ
ഈയൊരു വർഷക്കാലഘട്ടം മീനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് 4ാമത്തെ രാശിയിലാണ്. അപ്പോൾ ഈശ്വര അനുഗ്രഹം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെയാണ് പറയാം. ഈശ്വര അനുഗ്രഹത്താൽ പല കാര്യങ്ങളും നേടിയെടുക്കാം. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ മുൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുകയും സന്തോഷവും സമാധാനവും ഐശ്വര്യമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. നിങ്ങളുടെ പരദേവതാ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ കുടുംബദേവതാ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയും അവിടെ പൂജാതി കാര്യങ്ങൾ കഴിപ്പിക്കുകയും അവിടെ പരിപാലിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അനുഗ്രഹങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ വസ്തു, വീട്, ഇതിൽ നിന്നുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ വസ്തു, വീട് എന്നിവ വയ്ക്കുവാനും അല്ലെങ്കിൽ വസ്തു വാങ്ങുവാനും വീട് വയ്ക്കുവാനും വീടിന് നിന്നുള്ള അതൊരു മെയിൻ്റെനൻസ് ചെയ്യുവാനും ഇങ്ങനെയെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗുണപരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം നമ്മുടെ പിതൃക്കന്മാർ, അതായത് അച്ഛനമ്മ, ഇവർക്കൊക്കെ ആരോഗ്യപരമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നു. കൂടാതെ അവരുടെ കയ്യിൽ നിന്നുള്ള സാമ്പത്തിക നേട്ടം, അവരുടെ സഹായമെല്ലാം നമുക്കുണ്ടാകുന്നു. ഇങ്ങനെയുള്ള ഗുണപരമായ അനുഭവങ്ങളുണ്ട്. എന്നിരുന്നാലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കുറച്ചുകൂടി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. എന്നാൽ ശനി നിൽക്കുന്നത് ജന്മരാശിയിൽ തന്നെയാണ്. ശനി മാറി നിൽക്കുന്നത്. അപ്പോഴേക്കും കാര്യതടസ്സം തന്നെയാണ് കാണുന്നത്. ഒരു കാര്യവും സമയത്ത് നടക്കില്ല. ഇഴച്ചിലുകളും തടസ്സങ്ങളും ഇങ്ങനെ ഒരു മാസം കൊണ്ട് തീരേണ്ട കാര്യം 3 മാസം എടുത്താലേ തീരുകയുള്ളൂ. നമുക്ക് എന്ത് കാര്യത്തിനും ഇങ്ങനെ മടി, അലസത, ഉറക്കക്കൂടുതൽ, എല്ലാ കാര്യവും നാളത്തേക്കെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നൊരവസ്ഥ. നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ നീട്ടി പോകുന്നു. നിത്യവും ജോലിക്ക് പോകുന്ന വ്യക്തികൾ 3 ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ അടുത്തുള്ള 7 ദിവസം ജോലിക്ക് പോകാത്തൊരവസ്ഥയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠിത്തത്തിൽ വളരെയധികം മന്ദതയുണ്ടാകാം. പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നു. പഠിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല. കായിക രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എവിടെ തിരിഞ്ഞാലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ആണ് ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അത് തടസ്സങ്ങൾ, മടി, അലസത ഇതുമൂലമാണ് ഇതുണ്ടാകുന്നത്. കാരണം ഇവർക്കിപ്പോൾ 7.5 ശനിയാണ്, ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അതിൻ്റേതായ ദോഷം ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. അടുത്തിന് വരാൻ പോകുന്ന 5 വർഷ കാലഘട്ടവും ശനി തന്നെയാണ്. അപ്പോൾ അയ്യപ്പസ്വാമിയെ അഭയം പ്രാപിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ശനിയാഴ്ച ദിവസങ്ങൾ വ്രതമെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ നല്ലത് തന്നെയായിരിക്കും. ഇപ്പം സർപ്പൻ നിൽക്കുന്നത് ജന്മരാശിയുടെ 12ാം രാശി. ചിലവുകൾ, നഷ്ടങ്ങൾ, പരാജയങ്ങൾ, ചിലവുകൾ ഇതെല്ലാം ജീവിതത്തിൽ വന്നു ചേരും. കാര്യതടസ്സങ്ങൾ, വിജയിക്കുവാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ശനിയുടെ മാറ്റം മൂലം നമുക്ക് കാര്യങ്ങൾക്ക് ഇഴച്ചിലായിരിക്കും, അത് കാലതാമസം. എന്നാൽ സർപ്പൻ ഇങ്ങനെ മാറി നിൽക്കുമ്പോഴേക്കും തടസ്സങ്ങളാണ്. അത് മൊത്തത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുടങ്ങുന്നു, നഷ്ടം വരുന്നു, പരാജയം വരുന്നു, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആത്മാർത്ഥമായി തന്നെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ആയില്യ പൂജയ്ക്ക് കൊടുക്കുക, 100 പാലും വഴിപാട് നടത്തുക, സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലത്. അതിനോടൊപ്പം ദുർഗാദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും രാഹുകാല സമയങ്ങളിൽ നാരങ്ങ വിളക്ക് കഴിപ്പിക്കാം, നാരങ്ങ മാല ചാർത്താം. ഇവയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. ദേവിയെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ദേവിയുടെ നാമം ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ജന്മരാശിയുടെ 6ാം രാശിയിൽ കേതു നിൽക്കുകയാണ്. അപ്പോൾ കേതു 6ാം രാശിയിൽ നിൽക്കുമ്പോഴേക്കും ശത്രുതാ മനോഭാവം എല്ലാവർക്കും ഉണ്ടാകുന്നു. അതിനോടൊപ്പം കാര്യതടസ്സങ്ങൾ, ധനനഷ്ടം, ആരോഗ്യപ്രശ്നം ഇവയെല്ലാം വന്നു ചേരുന്നു. ആകെ വ്യാഴത്തിൻ്റെ ഒരു മാറ്റം കൊണ്ട് മാത്രമേ നമുക്ക് നേട്ടം ഉണ്ടാകുന്നുള്ളൂ. ശനിയുടെ മാറ്റം, നഷ്ടങ്ങളും പരാജയങ്ങളും ഇഴച്ചിലുകളും വരുമ്പോൾ സർപ്പൻ മാറി നിൽക്കുന്നത് കൊണ്ട് രാശിയുടെ സർപ്പമാറ്റം മൂലം പരാജയങ്ങളും നഷ്ടങ്ങളും അപവാദങ്ങളും അപമാനങ്ങളും ഏറ്റുകൊണ്ടേയിരിക്കുന്നു. കേതു 6ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകുന്നു, ശത്രുക്കൾ വർദ്ധിക്കുന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അങ്ങനെ വളരെ സമയം മോശമായിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കൃത്യമായ രീതിയിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതിനെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ശനിദോഷ പരിഹാരത്തിന് വേണ്ടി എല്ലാ ശനിയാഴ്ചയും ക്ഷേത്ര ദർശനം നടത്തുക. അയ്യപ്പ ക്ഷേത്രത്തിലോ ശാസ്താ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശനീശ്വര ക്ഷേത്രത്തിലോ ദർശനം നടത്തി നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ കഴിപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നത് ഏറെ നല്ലത് തന്നെയായിരിക്കും. അതിനോടൊപ്പം ആയില്യം നാളുകളിൽ ആയില്യ പൂജ നടത്തുക, 100 പാലും നടത്തുക, അല്ലെങ്കിൽ പാൽപ്പായസ വഴിപാട് നടത്തുക, അല്ലെങ്കിൽ അഭിഷേകം നിങ്ങൾ നടത്തുക. ഇതെല്ലാം നല്ലതായിരിക്കും. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിനോടൊപ്പം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതി ഭഗവാനിൽ നിന്ന് നാളികേരം ഉടയ്ക്കുകയോ കറുകമാല ചാർത്തുകയോ നാരങ്ങമാല ചാർത്തുകയോ
നമ്മുടെ പക്കന്നാൾ വരുന്ന ദിവസങ്ങളിൽ ഗണപതി ഹോമം കഴിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പ്രാർത്ഥനയും പൂജയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ വരികയും തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായിട്ട് ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും.